Welcome you all to the today's session on data structures using Python. So, data structures in Varimbo, as computer science students are concerned, it is very important topic. Okay. So, ningal FANG, Flipkart, Amazon, Netflix, Google, angante product based companies for target data structures in the complete base correct thorough ആയിട്ട് പിന്നെ ഇപ്പോൾ നോർമൽ TCS അങ്ങനത്തെ കമ്പനിയും ഇപ്പോൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് റിലേറ്റഡ് എന്ത് പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷൻസിൽ എന്താണ് ഡാറ്റ സ്ട്രക്ചേഴ്സ്, പിന്നെ വേരിയസ് വേസ് ഓഫ് റെപ്രസെന്റിങ് ഡാറ്റാസ്, പിന്നെ അതിന്റെ കുറച്ച് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ്, അങ്ങനത്തെ കുറച്ച് തിയറിയാണ് കവർ ആക്കുന്നത്. പിന്നെ കുറച്ച് പ്രോഗ്രാമിംഗിലോട്ടും പിന്നെ കുറച്ച് അങ്ങനെ എക്സാമ്പിൾസ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ഒന്ന് അൺമ്യൂട്ട് ആക്കിയിട്ട് ചോദിച്ചാൽ മതി. Yeah. So first one is what is data structures? Appo data structures എന്ന് പറയുമ്പോൾ yeah. So data structures എന്ന് പറയുമ്പോൾ it is a way of organizing and storing the data. അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ കുറേ ഡാറ്റാസ് ഉണ്ടാവും, ലൈക്ക് കുറേ നമ്പേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ കുറേ സ്ട്രിങ് ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് എഫിഷ്യൻ്റ്ലി സ്റ്റോർ ആക്കുന്നത് കമ്പ്യൂട്ടറിൽ, അതാണ് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് മീൻ ആക്കുന്നത്. ഓക്കെ. അപ്പോൾ ഡിഫറെന്റ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആർ അവൈലബിൾ ഇൻ ഈച്ച് ആൻഡ് എവറി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. ഓക്കെ. അപ്പോൾ ഇത് ഇൻഡിപെൻഡന്റ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് ഡാറ്റ സ്ട്രക്ചേഴ്സ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് സി പ്രോഗ്രാമിംഗ് ആയാലും പൈത്തൺ ആയാലും എല്ലാത്തിനും ഒരു കോമൺ ആണ് ഈ ഡാറ്റ സ്ട്രക്ചേഴ്സ്. പക്ഷെ ഇതിന്റെ റെപ്രസെന്റ് ആക്കുന്ന വേ ഡിഫറെന്റ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ യൂഷ്വലി എറേസ്, ലിങ്ക് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ, ട്രീ, ഗ്രാഫ്, പിന്നെ ഹാഷ് ടേബിൾ, ഇതാണ് യൂഷ്വലി കോമൺലി നോൺ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ. അപ്പോ മുമ്പത്തെ സെഷനിൽ എറേസ്, പിന്നെ ഹാഷ് ടേബിൾ എന്ന് പറയുമ്പോൾ പൈത്തണിലെ ഡിക്ഷണറീസ് ആണ്. ആ കീ വാല്യൂ പാർ ഇല്ലേ, അതാണ് ഹാഷ് ടേബിൾസ്. പിന്നെ ഓക്കെ, ഇതെല്ലാം നിങ്ങൾ അവെയർ ആയിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡ്യൂസ് ആക്കാം. സോ വാട്ട് ഈസ് എറേ? ഓക്കെ. സോ എറേ എന്ന് പറയുമ്പോൾ ലൈക്ക് ടു ഓർ മോർ ടൈപ്സ് ഓഫ് എറേസ് ഉണ്ടാവും. ലൈക്ക് സിംഗിൾ ഡൈമെൻഷണൽ എറേ, 2-dimensional array and multi-dimensional array. Okay. അപ്പോൾ വാട്ട് ഈസ് എ സിംഗിൾ ഡൈമെൻഷണൽ എറേ? അപ്പോൾ നിങ്ങളൊരു റിയൽ വേൾഡ് എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ബുക്കിന്റെ ഷെൽഫ് ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ. ബുക്കിന്റെ ഷെൽഫ് ഉണ്ട്. അപ്പോൾ ആ ഷെൽഫിൽ നോക്കുമ്പോൾ കുറെ ബുക്സ് നമ്മൾ അറേഞ്ച് ആക്കുമല്ലേ. അപ്പോൾ അത് ഒരു 1-dimensional റോ ആണ്. അപ്പോൾ ഇഫ് ദർ ഈസ് എ 1 റോ ഇൻ എ ഷെൽഫ്, ദെൻ ഇറ്റ് ഈസ് ടേംഡ് ആസ് 1-dimensional array. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ഷെൽഫ് ഉണ്ട്, പക്ഷെ അവിടെ 2 റോസ് ഉണ്ട്. ഈച്ച് റോയിൽ n നമ്പർ ഓഫ് ബുക്സ് ആണ് അറേഞ്ച് ആക്കിയത്. അപ്പോൾ ഇതൊരു മെട്രിക്സ് ഫോർമാറ്റ് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ 2-dimensional array എന്നാണ് പറയുന്നത്. പിന്നെ എറേയിൽ നമ്മൾ എങ്ങനെയാണ് ആക്സസ് ആക്കുന്നത് വാല്യൂസ്? ഇൻഡെക്സിങ് 0 മുതലാണ് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും സ്റ്റാർട്ട് ആണ്. അപ്പോൾ ഇഫ് ദർ ആർ n എലമെന്റ്സ് ഇൻ ആൻ എറേ, ദെൻ വി ക്യാൻ ആക്സസ് ദ ലാസ്റ്റ് എലമെന്റ് by using the n-1th index. Okay. പിന്നെ ഇതാണ് 2-dimensional arrayന്റെ സ്ട്രക്ചർ. ഇതാണ് ഒരു മെട്രിക്സ്. ഓക്കെ. അപ്പോൾ ഈ മെട്രിക്സിൽ 2 റോസ് ഉണ്ട്, 3 കോളം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇത് +2 പഠിച്ചിട്ടുണ്ടാവും മെട്രിക്സ്. അപ്പൊ നമുക്ക് ഇത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ റെപ്രസെന്റ് ആക്കണമെങ്കിൽ 2-dimensional array സ്ട്രക്ചറിലാണ് ഇത് റെപ്രസെന്റ് ആക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ എറേന്റെ നെയിം ആണ് മൈ എറേ. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് റോ ഇത് 0th റോ ആണ്. ഓക്കെ. പിന്നെ ഇത് ഫസ്റ്റ് റോ. അപ്പോൾ ഫസ്റ്റ് റോ, പിന്നെ സെക്കൻഡ് വരുന്ന വാല്യൂ ആണ് കോളം വാല്യൂ. അപ്പോൾ 0. അപ്പോൾ ഇത് 0th കോളം. അപ്പോൾ ഫസ്റ്റ് റോ 0th കോളം, ഈ 4 ആണ് ഇവിടെ നമ്മൾ പ്രിന്റ് ആണ് 2-dimensional array. ഓക്കെ. പിന്നെ കുറച്ച് റിയൽ വേൾഡ് ഞാൻ ഇതിന്റെ പ്രോഗ്രാമിംഗ് ഒക്കെ കാണിക്കാം ലാസ്റ്റ്. സോ ഫസ്റ്റ് കുറച്ച് തിയറി പോലെ നമുക്ക് കവറപ്പ് ആക്കാം. ഓക്കെ. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. സോ കുറച്ച് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ പറയാം എറേസ് യൂസ് ആക്കി നമുക്ക് എന്തെല്ലാം ആക്കാം. ഓക്കെ. സോ വീഡിയോ ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ്, ഇമേജസ്, സ്റ്റുഡന്റ് ഗ്രേഡ്സ്, പിന്നെ ഷോപ്പിംഗ് കാർട്സ്. ഞാൻ എക്സ്പ്ലെയിൻ ആക്കാം. നിങ്ങളിപ്പോ ഈ പബ്ജി അങ്ങനത്തെ ഗെയിംസ് എല്ലാം കളിച്ചിട്ടുണ്ടാവല്ലേ. അപ്പോൾ അതിലിപ്പോ 3-dimensional സ്പേസ് അല്ല അതിൽ റെപ്രസെന്റ് ആക്കുന്നത് 2D ആയിട്ട്. അപ്പൊ നമുക്ക് എന്താക്കാം, ഇവിടെ ഒരു ഹൗസ് ഉണ്ടല്ലേ. അപ്പൊ ഹൗസിന് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ആക്കാം? സോ ഇത് ഫസ്റ്റ് റോ ആണ്, ഇത് സെക്കൻഡ് റോ, തേർഡ് റോ, ഫോർത്ത് റോ, എക്സെട്ര. ദർ ആർ n റോസ്. ഓക്കെ. ദെൻ ഈച്ച് കോളം 1, 2, 3, 4, 5, 6, 7. അപ്പോ ഈ സെക്കൻഡ് റോ പിന്നെ 7th കോളം ആടാണ് ഈ ഹൗസ് ഉള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് വീഡിയോ ഗെയിംസിലൊക്കെ
ഈ എറേന്റെ കോൺസെപ്റ്റ് ആണ് യൂസ് ആക്കുന്നത്. അപ്പോൾ അവിടെ മൾട്ടി ഡൈമെൻഷണൽ എറേ യൂസ് ആക്കാം, 2 ഡൈമെൻഷണൽ എറേ യൂസ് ആക്കാം, 3 ഡൈമെൻഷണൽ എറേ യൂസ് ആക്കാം, ബേസ്ഡ് ഓൺ അവർ നീഡ്സ്. പിന്നെ ഒരു എറേന്റെ ആപ്ലിക്കേഷൻ ആണ് ഇമേജസ്. സോ ഇമേജസ് എന്ന് പറയുമ്പോൾ ഇല്ലേ, അത് ലൈക്ക് ഇമേജസ് ആർ മേഡ് അപ്പ് ഓഫ് ടൈനി ഡോട്ട്സ് കോൾഡ് പിക്സൽസ്. അപ്പോൾ ഒരു ഇമേജ് എന്ന് പറയുമ്പോൾ അതിനൊരു ഹൈറ്റ് ഉണ്ടാവും, ഒരു വിഡ്ത്ത് ഉണ്ടാവും. അപ്പോൾ ഈ ഹൈറ്റും വിഡ്ത്ത് അതിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ് പിക്സൽസ്. ഓക്കെ. അപ്പോൾ ഈ പിക്സൽസ് സ്റ്റോർ ആക്കാനാണ് എറേ യൂസ് ആക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതൊരു ഇമേജ് ആണ്. അപ്പോൾ ഇതിന്റെ 0th റോ 0th കോളം അവിടെ ഗ്രീൻ കളർ ഉണ്ടാവും. അപ്പോൾ ഗ്രീൻ കളറിന്റെ കറസ്പോണ്ടിങ് RGB വാല്യൂ. RGB എന്ന് പറയുമ്പോൾ റെഡ് വാല്യൂ, ഗ്രീൻ വാല്യൂ, ബ്ലൂ വാല്യൂ, അതാണ് അവിടെ സ്റ്റോർ ആണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ യെല്ലോ ഉണ്ടല്ലേ, അപ്പോൾ യെല്ലോന്റെ RGB വാല്യൂ ആണ് 255, 255, 0 എന്ന് പറയുമ്പോൾ റെഡിന്റെ 255 ഇന്റൻസിറ്റി ആണ്, ഗ്രീനിന്റെ 255 ആണ് ഇന്റൻസിറ്റി, പക്ഷെ അവിടെ ബ്ലൂ ഉണ്ടാവില്ല. സോ അതാണ് ഇവിടെ റെപ്രസെന്റ് ആക്കുന്നത്. ക്ലിയർ? സോ ഇതാണ് എറേന്റെ ഒരു യൂസ് കേസ്. പിന്നെ ഒരു യൂസ് കേസ് ആണ്, നമുക്കിപ്പോ ഒരു 10 സ്റ്റുഡന്റ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ 5 ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈച്ച് ടെസ്റ്റിൽ എത്ര സ്കോർ ആക്കി, അത് നമുക്ക് ഈ മെട്രിക്സ് ഫോർമാറ്റിൽ അല്ലെങ്കിൽ 2 ഡൈമെൻഷണൽ എറേ വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ആക്കാനാവും. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എറേ ഡാറ്റ സ്ട്രക്ചേഴ്സിന്റെ യൂസ് കേസസ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഫുൾ ക്ലിയർ അല്ലേ? എന്തെങ്കിലും റിപ്പീറ്റ് ആക്കണോ? ഓക്കെ. ഓക്കെ. സോ നെക്സ്റ്റ് ഒരു കോൺസെപ്റ്റ് ആണ് ലിങ്ക്ഡ് ലിസ്റ്റ്. സോ വാട്ട് ഈസ് ബേസിക്കലി എ ലിങ്ക്ഡ് ലിസ്റ്റ്? ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ ആണ് ട്രെയിൻ. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ട്രെയിൻ നോക്കിയിട്ടുണ്ടാവല്ലോ. അപ്പോൾ ട്രെയിനിന് എന്തുണ്ടാവും, കുറെ കമ്പാർട്ട്മെന്റ്സ് പോലെ ഉണ്ടാവും. ലൈക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഓക്കെ. ഇത് നമ്മൾ എന്താ കപ്ലർ എന്ന് പറഞ്ഞ ഒരു ഇത് വെച്ചിട്ടാണ് ഇതിന് കണക്ട് ആക്കുന്നത്. ഓക്കെ. സോ ഇതിന്റെ ഫസ്റ്റ് ആണ് ഈ ഹെഡ് എന്ന് പറഞ്ഞത്. ഓക്കെ. ആടെ എന്തുണ്ടാവും, ആടാണ് ഈ ട്രെയിൻ ഓപ്പറേറ്റ് ആക്കുന്ന ആൾക്കാർ ആടെ ഇരുന്നിട്ടാണ് ട്രെയിൻ ഓപ്പറേറ്റ് ആക്കുന്നത്. ഓക്കെ. സോ ആടെ പാസഞ്ചേഴ്സ് ഇരിക്കില്ല. പിന്നെ റെസ്റ്റ് ഓഫ് ദി കമ്പാർട്ട്മെന്റ്സിൽ പാസഞ്ചേഴ്സ് ഉണ്ടാവും. സോ ഇത് നമുക്കിപ്പോൾ കമ്പ്യൂട്ടറിൽ റെപ്രസെന്റ് ആക്കണമെങ്കിൽ നമുക്ക് ലിങ്ക് ലിസ്റ്റ് ഡാറ്റ സ്ട്രക്ചേഴ്സ് യൂസ് ആക്കാം. സോ ഹൗ വി ക്യാൻ യൂസ് ദ ലിങ്ക് ലിസ്റ്റ് ഡാറ്റ സ്ട്രക്ചേഴ്സ്? സോ ഈ ഇൻഡിവിജ്വൽ കമ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അതിന് നമ്മൾ നോഡ് എന്നാണ് പറയുന്നത്. ഓക്കെ. NODE or nodes. A linked list is a linear data structures where elements called nodes are stored in separate memory locations. അപ്പോൾ each node contains two parts, the data itself and the reference or the link. ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. സോ ഇതാണ് ഒരു നോഡ്. ഓക്കെ. അപ്പോൾ each and every node consists of two parts. First one is data part and second one is link part. അപ്പോൾ ഡാറ്റ പാർട്ട് എന്ന് പറയുമ്പോൾ ആ വാല്യൂ സ്റ്റോർ ആക്കുന്നത്. ഫോർ എക്സാമ്പിൾ 5. ഓക്കെ. പിന്നെ ഇതിന്റെ ലിങ്ക് പാർട്ടാണ് അതിന്റെ നെക്സ്റ്റ് എലിമെന്റ് എന്ത്, അതാണ് റെപ്രസെന്റ് ആക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോ ഒരു ലിങ്ക് ലിസ്റ്റ് 2 നോഡ് ഉണ്ടാവും. ഓക്കെ. അപ്പോ ഫസ്റ്റ് എലിമെന്റ് ഇതാണ്, സെക്കൻഡ് എലിമെന്റ് ഇതാണ്. അപ്പൊ ഇത് രണ്ടിനെ കണക്ട് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലിങ്ക് പാർട്ട് യൂസ് ആക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ആക്കിയാൽ ഇത് ലിങ്ക് ആയി. പിന്നെ ഈ ലിങ്ക് ലിസ്റ്റിൽ ഇപ്പൊ ഫസ്റ്റ് ഏത് എലിമെന്റ് എന്ന് മനസ്സിലാവണ്ടേ, അതിനാണ് ഈ ഹെഡ് യൂസ് ആക്കുന്നത്. അപ്പോ ഈ ഫസ്റ്റ് നോഡിന്റെ പേരാണ് ഹെഡ്. HEAD. സോ ഇത് ക്ലിയർ ആയല്ലേ? അപ്പോ ഈ ലിങ്ക് ലിസ്റ്റിൽ എത്ര വേണമെങ്കിലും നോഡ്സ് വരാം. പിന്നെ ഫസ്റ്റ് നോഡിന്റെ പേരാണ് ഹെഡ്. പിന്നെ ഈച്ച് നോഡ് കൺസിസ്റ്റ് ഓഫ് ടു പാർട്സ്. ഫസ്റ്റ് വൺ ഈസ് ഡാറ്റ പാർട്ട് ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഈസ് ദ ലിങ്ക് പാർട്ട്. Okay, so data part consists of or contains the data which that node holds, and the link part will map to the corresponding next element in the linked list. Okay. പിന്നെ ഈ ഇപ്പോ ഈ ലിങ്ക് ലിസ്റ്റ് രണ്ടാണ് എലമെന്റ് ഉള്ളത്, 5 പിന്നെ 6. അപ്പോൾ ഇതായിട്ട് എം ടി അല്ലേ, ഇതായിട്ട് വേറൊരു നോഡ് ഇല്ല. സോ അത് റെപ്രസെന്റ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഇതിന്റെ നെക്സ്റ്റ്, ദാറ്റ് ഈസ് ഈ നോഡിന്റെ നെക്സ്റ്റ് ആണ് നൺ. നൺ മീൻസ് നത്തിങ്. ഇതാണ് എൻഡ്.
ഇതാണ് ഒരു ലിങ്ക്ഡ് ലിസ്റ്റിന്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ a linked list can contains n number of nodes. Each node consists of two parts, data part and the link part. Link part will point to the next or corresponding next node. Clear alle? Pinne, the link part of the last node present in the linked list will point to none or nothing. So ഇതാണ് ലിങ്ക് ലിസ്റ്റിന്റെ പറയാനുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ട്രെയിനിന്റെ എക്സാമ്പിൾ നോക്കിയാൽ ഈ ഹെഡാണ് നമ്മുടെ ട്രെയിൻ ഓപ്പറേറ്റർ ഇല്ലെങ്കിൽ ട്രെയിൻ ഡ്രൈവർ ഇരിക്കുന്ന പ്ലേസ് ആണ്. ഓക്കെ, ലോക്കോമോട്ടീവ്. പിന്നെ ഈ പാസഞ്ചർ ഇരിക്കുന്ന ഈച്ച് കണ്ടെയ്നർ ഇല്ലെങ്കിൽ ഈച്ച് കമ്പാർട്ട്മെന്റ് നമുക്ക് നോഡായിട്ട് കൺസിഡർ ആക്കാം. ഓക്കെ, പിന്നെ ലാസ്റ്റ് നോഡിന്റെ നെക്സ്റ്റ് ഒന്നും ഇല്ലല്ലേ, അപ്പോൾ അത് നന്നാണ്, അതിന്റെ നെക്സ്റ്റ് പാർട്ട് നന്നാണ്. പിന്നെ ഇൻഡിവിജ്വൽ കമ്പാർട്ട്മെന്റ് എടുക്കുമ്പോൾ രണ്ട് ഇൻഡിവിജ്വൽ കമ്പാർട്ട്മെന്റ് നമ്മൾ കപ്ലർ വെച്ചിട്ടാണ് ലിങ്ക് ആക്കുന്നത്. ഇൻ കേസ് ഓഫ് ലിങ്ക് ലിസ്റ്റ് വി ആർ യൂസിങ് ദ നെക്സ്റ്റ് പോയിന്റർ ടു കണക്ട് ടു നോഡ്സ്. ക്ലിയർ? പിന്നെ ഈ ലിങ്ക് ലിസ്റ്റിൽ തന്നെ കുറെ വേരിയേഷൻ ഉണ്ടാവും, ലൈക്ക് സിംഗ്ലി ലിങ്ക് ലിസ്റ്റ്, സർക്കുലർ ലിങ്ക് ലിസ്റ്റ്, ഡബ്ലി ലിങ്ക് ലിസ്റ്റ് എക്സെട്ര. അപ്പോൾ സിംഗ്ലി ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് സ്ട്രക്ചർ. ലൈക്ക് യാ, സോ ഇത് ഫസ്റ്റ് നോഡാണ്, അതിന്റെ ഡാറ്റ പാർട്ടാണ് 4, അതിന്റെ നെക്സ്റ്റ് പോയിന്റർ ആണ് ഇത്, ഈ നോഡ് 6, പിന്നെ 8, പിന്നെ 2, പിന്നെ ഇതാണ് സിംഗ്ലി ലിങ്ക് ലിസ്റ്റ്. അപ്പോൾ ഇതിൽ 1 2 3 4 നോഡ്സ് ആണ് ഉള്ളത്. സോ ഫസ്റ്റ് നോഡാണ് ഹെഡ്, ലാസ്റ്റ് നോഡാണ് ടെയിൽ. ക്ലിയർ? പിന്നെ ഉള്ളതാണ് സർക്കുലർ ലിങ്ക് ലിസ്റ്റ്. സർക്കുലർ ലിങ്ക് ലിസ്റ്റ് പറയുമ്പോൾ ഇറ്റ് ഈസ് സിമിലർ ടു സിംഗ്ലി ലിങ്ക് ലിസ്റ്റ്. ഓൺലി ഡിഫറൻസ് ഈസ് ദ ലാസ്റ്റ് നോഡ് ഈസ് കണക്റ്റഡ് ഡയറക്ട്ലി ടു ദ ഫസ്റ്റ് നോഡ്. എന്ന് പറയുമ്പോൾ ഇത് ഫസ്റ്റ് നോഡാണ്, പിന്നെ സെക്കൻഡ് നോഡ്, തേർഡ് നോഡ്, ഫോർത്ത് നോഡ്. അപ്പോൾ സിംഗ്ലി ലിങ്ക് ലിസ്റ്റിൽ ഫോർത്ത് നോഡ് ആണ് ലാസ്റ്റ്, സോ അതിന്റെ നെക്സ്റ്റ് പോയിന്റർ ആണ് നൽ ഓർ നൺ. പക്ഷെ ഈടെ ഫോർത്തിന്റെ നെക്സ്റ്റ് പോയിന്റർ ആണ് ഫസ്റ്റ്. ഓക്കെ, ഒരു സർക്കുലർ ലൂപ്പ് ആണ് ഇവിടെ ഫോം ആണ്. ക്ലിയർ അല്ലേ? പിന്നെ ഡബ്ല്യു ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ആടെ ഇത് കൺസിഡർ ആക്കുമ്പോൾ 3 നോഡാണ് ഉള്ളത്, 1 2 3. പക്ഷെ ഈടെ 2 പോയിന്റേഴ്സ് ആണ് ഉള്ളത്, ലെഫ്റ്റ് പോയിന്ററും റൈറ്റ് പോയിന്ററും. അപ്പൊ ഫസ്റ്റ് നോഡിന്റെ ലെഫ്റ്റ് പോയിന്റർ നന്നാണ്, അപ്പൊ ആടെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ഫസ്റ്റ് നോഡിന്റെ റൈറ്റ് പോയിന്റർ ഇല്ലേ, റൈറ്റ് പോയിന്റർ ആണ് ഇത്. ക്ലിയർ? സെക്കൻഡ് നോഡിന്റെ ലെഫ്റ്റ് പോയിന്റർ ആണ് ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താക്കാം, like two nodes are interconnected to each other using two different links. First one is left pointer and second one is right pointer. Clear? അപ്പോ ലിങ്ക് ലിസ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും റിപ്പീറ്റ് ആക്കണോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് കോൺസെപ്റ്റ് ആണ് സ്റ്റാക്ക്. സോ ഇതിപ്പോ തിയറിയാണ് പറയുന്നത്, അപ്പോൾ ഇതിന്റെ പ്രോഗ്രാം ഞാൻ കാണിക്കാം. സോ സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോ നോക്കിയിട്ടുണ്ടാവും, സ്റ്റാക്ക് ഓഫ് ബുക്സ് എന്ന് പറയുമ്പോൾ എന്ത്. അപ്പോൾ ലൈക്ക് സ്റ്റാക്ക് ഓഫ് ബുക്സ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഇതാണ്, ഇതൊരു എം ടി സ്റ്റാക്ക് ആണ്. എം ടി സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ അതിൽ ഒരു എലമെന്റും ഉണ്ടാവില്ല. ഓക്കെ, പക്ഷെ അതിന്റെ ബേസ് എന്തുണ്ടാവും, റിസ്ട്രിക്റ്റഡ് ആണ്. അവിടെ നമുക്ക് എന്ത് ഓപ്പറേഷൻ പെർഫോം ആക്കാനാവില്ല. ഓക്കെ, പിന്നെ അപ്പൊ ഇതിൽ 2 ഓപ്പറേഷൻ ആണ് ഉള്ളത്, പുഷ് ഓപ്പറേഷനും പോപ്പ് ഓപ്പറേഷനും. അപ്പോൾ ഒരു എലമെന്റ് നമ്മൾ ഈ സ്റ്റാക്കിന്റെ ഉള്ളിൽ ഇൻസേർട്ട് ആക്കുമ്പോൾ ആ ഓപ്പറേഷൻ ആണ് പുഷ് ഓപ്പറേഷൻ. യാ, സോ ഇനീഷ്യലി എം ടി ആയിട്ടുണ്ടായി സ്റ്റാക്ക്. അവിടെ നമ്മൾ എന്താക്കി, ഈ 100 എലമെന്റ് പുഷ് ആക്കി. 100 എന്ന് പറയുന്ന ഒരു എലമെന്റ്, സിംഗിൾ എലമെന്റ് ആണ്, അത് പുഷ് ആക്കി. അപ്പോ പുഷ് എന്ന് പറയുമ്പോൾ ഇൻസേർട്ട് ആക്കി. ഓക്കെ, പിന്നെ 200 ആഡ് ആക്കി. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മൾ പോപ്പ് ആക്കുമ്പോൾ 200 ആണ് പുറത്തു പോകുന്നത്. ക്ലിയർ? സോ അതാണ് സ്റ്റാക്ക്. So a stack is a linear data structure that follows the last in first out principle. What does it mean? Last in first out principle എന്ന് പറയുമ്പോൾ ഇവിടെ നോക്ക്, ഞാൻ ഇതിൽ ലാസ്റ്റ് ആഡ് ആക്കിയ എലമെന്റ് ഏതാണ്? ഫസ്റ്റ് 100 ആണ് ആഡ് ആക്കിയത്, പിന്നെ 200 ആഡ് ആക്കി. പക്ഷെ ഒരു എലമെന്റ് റിമൂവ് ആക്കുമ്പോൾ 200 ആണ് റിമൂവ് ആകുന്നത്. ദാറ്റ് മീൻസ് ദ ഐറ്റം ഐ ഹാവ് ഇൻസേർട്ടഡ് ലാസ്റ്റ് വിൽ ബി
the first one to pop out. Clear? പിന്നെ it allows for efficient insertion and deletion of elements at one end, known as the top of the stack. അപ്പോൾ നമുക്ക് എന്താക്കാം, ഈ സ്റ്റാക്ക് വെച്ചിട്ട് ഓൺലി വൺ സൈഡ് ഓപ്പറേഷൻ പെർഫോം ആക്കാനാവും. ദാറ്റ് മീൻസ് ഓൺലി വൺ സൈഡ് ത്രൂ ആണ് ഇൻസേർഷനും ഡിലീഷനും പോസിബിൾ ആണ്. ഓക്കെ, ഓൺലി ഫ്രം ദിസ് എൻഡ്, ആൻഡ് ദിസ് എൻഡ് ഈസ് നോൺ ആസ് ദ ടോപ്പ് എൻഡ്. ഓക്കെ, സോ ഇതാണ് ഇവിടെ ഒരു കുറെ ബുക്സ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ബോട്ടം ബുക്ക്, അതിന്റെ മുകളിൽ കുറെ ബുക്സ് ഉണ്ടാവും. അപ്പോൾ ടോപ്പ് മോസ്റ്റ് ബുക്കാണ് ഇത്. അപ്പോൾ എനിക്കിപ്പോ ഈ ഒരു ബുക്ക് റിമൂവ് ആക്കണമെങ്കിൽ എനിക്ക് എന്താക്കണം, ഇത് ഫുള്ള് ഇതിന്റെ മുകളിലുള്ള എല്ലാ ബുക്സും എനിക്ക് റിമൂവ് ആക്കണം. ഓക്കെ, അതാണ് സ്റ്റാക്കിന്റെ ഒരു സ്ട്രക്ചർ. ഇത് ക്ലിയർ ആയിനാ? സ്റ്റാക്ക്. ഓക്കെ, ഈ സ്റ്റാക്കിന്റെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ പറയുമ്പോൾ യാ, സോ സ്റ്റാക്കിന്റെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ ആണ് നിങ്ങളിപ്പോ അൺഡു റീഡു ഓപ്പറേഷൻ അതെല്ലാം നോക്കിയിട്ടുണ്ടാവും. അതിപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിക്കാം. സോ ഞാൻ എന്താക്കി, ഇവിടെ എന്തെങ്കിലും എഴുതി. ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ എഴുതി. അപ്പൊ ഞാൻ എന്താക്കി, കൺട്രോൾ സെഡ് കൊടുക്കുമ്പോ ഇതാണ് പോപ്പ് ഔട്ട് ആണ്. ഓക്കെ, അതെന്താക്കും ഫസ്റ്റ് ഞാൻ കാണിക്കാം. അപ്പൊ ഇനീഷ്യലി ഒരു എം ടി സ്റ്റാക്ക് ഉണ്ടാവും. ഞാൻ ഇപ്പൊ ഇത് എഴുതുമ്പോ ഇത് ആ സ്റ്റാക്കിലോട്ട് പുഷായി. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഇത് എഴുതുമ്പോ ഇത് പുഷായി. അപ്പൊ ഇനീഷ്യലി എം ടി സ്റ്റാക്ക് ഉണ്ടായി. പിന്നെ ഇത് എഴുതുമ്പോ പി പുഷായി. ഓക്കെ, പിന്നെ ഇത് എഴുതുമ്പോ സി പുഷായി. ക്ലിയർ? പിന്നെ ഞാൻ കൺട്രോൾ സെഡ് കൊടുക്കുമ്പോ ഫസ്റ്റ് ഇത് റിമൂവ് ആവും. ലൈക്ക് ഈ പാർട്ട് റിമൂവ് ആവും. വൈ? ബിക്കോസ് this element is popped out from the stack. Clear? Yeah. Again control Z കൊടുക്കുമ്പോ എന്താവും, ഈ ഒരു എലമെന്റ് പോപ്പ് ആവും, ഇല്ലെങ്കിൽ റിമൂവ് ആവും. ഇതാണ് മൈക്രോസോഫ്റ്റ് വേർഡ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ടെക്സ്റ്റ് എഡിറ്റർ അതിലെല്ലാം അൺഡു റീഡു ഓപ്പറേഷൻ ഇല്ലെങ്കിൽ ബ്രൗസേഴ്സ് അതിലെല്ലാം ഈ അൺഡു റീഡു ഓപ്പറേഷൻ പെർഫോം ആക്കാൻ വേണ്ടിയാണ് സ്റ്റാക്ക് ഡാറ്റ സ്ട്രക്ചേഴ്സ് യൂസ് ആക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് ആണ് ക്യൂ ഡാറ്റ സ്ട്രക്ചേഴ്സ്. ക്യൂ ഡാറ്റ സ്ട്രക്ചേഴ്സ് നിങ്ങളിപ്പോ ഇതിന്റെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ നിങ്ങൾ തന്നെ നോക്കിയിട്ടുണ്ടാവും. ഒരു മിനിറ്റ്. യാ, സോ ക്യൂ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഷോപ്പിംഗ് മാളിൽ പോകുമ്പോൾ അവിടെ ഒരു ക്യാഷ് കൗണ്ടർ ഉണ്ടാവും അല്ലേ? ഒരു ക്യാഷ് കൗണ്ടർ ഉണ്ടാവും. അപ്പോ എന്താവും, അവിടെ ഒരാൾ ക്യൂ നിൽക്കും. ഓക്കെ, അപ്പോ ഏത് കസ്റ്റമർ ആണ് ഫസ്റ്റ് ക്യൂവിൽ ഉള്ളത് ഓർക്കാണ് ഫസ്റ്റ് സെർവ് ആക്കുന്നത്. റൈറ്റ്? സോ ഇൻസേർഷൻ ഫ്രം ദിസ് എൻഡ് ആൻഡ് ഡിലീഷൻ ഫ്രം ദിസ് എൻഡ്. അപ്പോ ഇതാണ് ക്യൂ ഡാറ്റ സ്ട്രക്ചർ. Queue is a linear data structure that follows the first in first out principle. What does it mean? The person who comes first will be served first. Okay, and like that. So meaning that the first element added to the queue will be the first one to be removed. It allows for efficient insertion at the rear and deletion from the front end. For example, ഇതാണ് ഒരു ക്യൂ. ഓക്കെ, അപ്പൊ ക്യൂവിൽ രണ്ട് പോയിന്റേഴ്സ് ആണ് ഉള്ളത്, ഒരു ഫ്രണ്ട് പിന്നെ റാർ ഓർ ബാക്ക്. അപ്പോൾ ഈ 3 ഉള്ളതാണ് ഫ്രണ്ട്, 8 ഉള്ളതാണ് ബാക്ക് ഓർ റാർ. അപ്പോൾ ഇപ്പൊ ഒരു 10 എന്ന് പറയുമ്പോൾ എലമെന്റ് ആഡ് ആക്കണമെങ്കിൽ ബാക്ക് എൻഡ് ത്രൂ ആണ് ആഡ് ആക്കുന്നത്. അപ്പൊ 3 4 5 6 7 8 പിന്നെ 9, ഇവിടെ 9 ആഡ് ആയി. ഈ ഇൻസേർഷൻ ഓപ്പറേഷൻ ക്യൂവിൽ നമ്മൾ പറയുന്നത് എൻ ക്യൂ, സ്റ്റാക്കിൽ ഇൻസേർട്ട് ആക്കുമ്പോൾ ആ ഓപ്പറേഷൻ ആണ് പുഷ്. പിന്നെ സ്റ്റാക്കിന്റെ എലമെന്റ് റിമൂവ് ആക്കുന്ന പ്രോസസ് ആണ് പോപ്പ്. പക്ഷെ ക്യൂവിലാകുമ്പോൾ ഇൻസേർഷൻ പ്രോസസ്സിന് എൻ ക്യൂ എന്ന് പറയൂ, പിന്നെ റിമൂവൽ പ്രോസസ്സിന് ഡി ക്യൂ എന്ന് പറയൂ. അപ്പോൾ ഇൻ ദ ക്യൂ insertion is occurred at the back end and it is termed as NQ, and the deletion of element is in a queue is through the front end, and this operation is termed as DQ. Okay, ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പോ 3 4 5 6 2 3 4 5 6 7 8 ഇതാണ് ഒരു ക്യൂ ഉണ്ടായത്. അപ്പൊ നമ്മൾ എന്താക്കി, ഒരു എലമെന്റ് റിമൂവ് ആക്കി. അപ്പൊ നമ്മൾ എന്താക്കും, ഫ്രണ്ട് എൻഡ് മുതലാണ് ഒരു എലമെന്റ് റിമൂവ് ആക്കുന്നത്. അപ്പൊ ഈ 2 റിമൂവ് ആയി. ഇപ്പോ ഈ ക്യൂലുള്ളതാണ് 3 4 5 6 7 8. അപ്പൊ ഒരു പുതിയ എലമെന്റ് നമ്മൾ ആഡ് ആക്കണമെങ്കിൽ ബാക്ക് എൻഡ് ഓർ റിയർ എൻഡ് ത്രൂ ആണ് ഇതാക്കുന്നത്. പിന്നെ ആ ഓപ്പറേഷൻ ആണ് എൻ ക്യൂ. അപ്പോൾ നമ്മൾ ഈ 9 ആഡ് ആക്കുമ്പോൾ ഇപ്പോ ക്യൂ 3 4 5 6 7 8 9 ആയി. പിന്നെ ഒരു ഡി ക്യൂ ഓപ്പറേഷൻ ആക്കുമ്പോൾ ഈ 3 റിമൂവ് ആവും. അപ്പൊ ഉള്ളതാണ് 4 5 6 7 8.
ക്യൂ ഓപ്പറേഷൻ മനസ്സിലായിനാ? ഓക്കെ. ഞാൻ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ കൊടുക്കട്ടെ? നിങ്ങൾ സോൾവ് ആക്കാൻ നോക്ക്. സോ ഇതാണ് ക്യൂ. ഓക്കെ. സോ ഫസ്റ്റ് ഞാൻ എന്താക്കി 5 ആഡ് ആക്കി. 5, 6 പിന്നെ 7. ഓക്കെ. ഇതാണ് റിയർ എൻഡ്, ഇതാണ് ഫ്രണ്ട് എൻഡ്. ഓക്കെ. അപ്പോ ഇതിൽ ഒരു എലമെന്റിനെ റിമൂവ് ആക്കുമ്പോൾ ഏത് എലമെന്റ് ആണ് റിമൂവ് ആവുന്നത്? 5 ആണോ 6 ആണോ 7 ആണോ? ഓക്കെ. ഈ ഓപ്പറേഷന്റെ പേര് എന്താണ്? എൻ ക്യൂ ആണോ ഡി ക്യൂ ആണോ? ഓക്കെ. ഡി ക്യൂ എന്ന് പറയുമ്പോൾ the process of removal of an element from the front end in a queue is known as the DQ operation, and the process of inserting an element into the queue through the back end is termed as the DQ. Clear അല്ലേ? നെക്സ്റ്റ് ഒരു ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് ട്രീസ്. ട്രീസ് എന്ന് പറയുമ്പോൾ കുറച്ച് കോംപ്ലെക്സ് ആണ്. ലൈക്ക് ഹൈറാർക്കിക്കൽ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ്. ഈ സ്റ്റാക്ക് ഇല്ലെങ്കിൽ ക്യൂ പിന്നെ എറേസ് ലിങ്ക് ലിസ്റ്റ് ഇത് ഫുള്ള് ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ്. ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് ലൈക്ക് ലീനിയർ ഡാറ്റ ആണ് ആഡ് ആക്കുന്നത്. ലൈക്ക് അതിന് പാരന്റ് ഉണ്ടാവില്ല, ചൈൽഡ് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് നമ്മൾ ഒരു ലിസ്റ്റിൽ എലമെന്റ് ആഡ് ആക്കുന്ന പോലെ അതാണ്. പക്ഷേ ട്രീസ് എന്ന് പറയുമ്പോൾ ഒരു ഹൈറാർക്കിക്കൽ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ കുറെ ലെവൽസ് ഉണ്ടാവും. ഓക്കെ. പിന്നെ അവിടെ ഇൻഡിവിജ്വൽ എലമെന്റ്സ് നമ്മൾ പറയുന്ന പേരാണ് നോഡ്സ്. അപ്പോൾ ഇവിടെ 1, 2 ഒരു മിനിറ്റ്. യാ. സോ ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8. സോ 8 നോഡ്സ് ആണ് ഈ ട്രീയിലുള്ളത്. ഓക്കെ. പിന്നെ ഇതിൽ തന്നെ കുറെ ഡിഫറെന്റ് ഫോർമാറ്റ് ഉണ്ടാവും. ലൈക്ക് ബൈനറി ട്രീസ്, ടെർണറി ട്രീസ്, എൻ എറേ ട്രീസ് എക്സെട്ര. ഞാൻ എക്സ്പ്ലെയിൻ ആക്കാം. സോ ഈ ഏത് ട്രീസ് എടുത്താലും ഇല്ലേ ഫസ്റ്റ് ഈ എലമെന്റ് ഉണ്ടാവില്ലേ നോഡ്, ഈ നോഡിന്റെ പേരാണ് റൂട്ട്. ROOT. ഓക്കെ. സോ റൂട്ട് നോഡ്. ഈ റൂട്ട് നോഡാണ് ഫസ്റ്റ് നോഡ്. ക്ലിയർ? സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് നോഡ്. ഓക്കെ. ഫസ്റ്റ് നോഡ് ഈസ് ടേംഡ് ആസ് ദ റൂട്ട് നോഡ്. പിന്നെ ഈ റൂട്ട് നോഡിന് രണ്ട് ചിൽഡ്രൻസ് ആണ് ഉള്ളത്. ഈ രണ്ട് ബ്ലാക്ക് എന്നുള്ളത് ഇതാണ് ഇതിന്റെ ചിൽഡ്രൻ. സോ ഓക്കെ. പിന്നെ ഈ ലാസ്റ്റ് നോഡ് ഉണ്ടല്ലേ, ദാറ്റ് ഈസ് ദ നോഡ് വിച്ച് ഡസ് നോട്ട് ഹാവ് ഫർദർ ചിൽഡ്രൻ ആർ ടേംഡ് ആസ് ദ ലീഫ് നോഡ്. അപ്പോൾ ഗ്രീൻ കളറിൽ കാണിച്ച നോഡ്സ് ആണ് ലീഫ് നോഡ്. പിന്നെ ഈ ഒരു ഓറഞ്ച് കളറിൽ കാണിച്ച നോഡാണ് റൂട്ട് നോഡ്. പിന്നെ ബ്ലാക്ക് നോഡിൽ കാണിച്ച നോഡ്സ് ആണ് ഇന്റർണൽ നോഡ്സ്. ഇന്റർണൽ നോഡ്സ് ആർ നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദ root node and the leaf node. Clear? And leaf nodes are the nodes which does not have the further children. Okay. ബൈനറി ട്രീ എന്ന് പറയുമ്പോൾ ഒരു റൂട്ട് നോഡ് ഉണ്ടാവും. പിന്നെ അതിന് മാക്സിമം 2 നോഡ്സ് ആണ് ഉള്ളത്. 2 ചിൽഡ്രൻസ് ആണ് ഉള്ളത്. ഓക്കെ. അപ്പോ 2 ഓർ 0. 0 എന്ന് പറയുമ്പോൾ അത് ലീഫ് നോഡ് ആണ്. ക്ലിയർ? പിന്നെ ടേർണറി ട്രീസ് എന്ന് പറയുമ്പോൾ ഒരു റൂട്ടിന് രണ്ട് ചിൽഡ്രൻസ് ഉണ്ടാവും. പിന്നെ ഈച്ച് ചിൽഡ്രൻസിന് 3 ഓർ ലെസ് ദാൻ 3 അത്ര ചിൽഡ്രൻസ് ഉണ്ടാവും. ഓക്കെ. സോ N3 എന്ന് പറയുമ്പോൾ ഒരു റൂട്ട് നോഡ് ഉണ്ടാവും. അതിന് എത്ര വേണമെങ്കിലും ചിൽഡ്രൻസ് ഉണ്ടാവും. N നമ്പർ ഓഫ് ചിൽഡ്രൻസ് ആൻഡ് ഈച്ച് ക്യാൻ ഹാവ് M നമ്പർ ഓഫ് ഓർ N നമ്പർ ഓഫ് സബ് ചിൽഡ്രൻസ്. സോ ഇതാണ് ട്രീ ഡാറ്റ സ്ട്രക്ചേഴ്സ്. ആൻഡ് ഇത് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ആക്കണേ, പ്രോഗ്രാമിംഗ് വെച്ചിട്ട് നമ്മൾ ഇതെങ്ങനെ റെപ്രസെന്റ് ആക്കണേ എന്ന് പറഞ്ഞാൽ ഈ ലിങ്ക് ലിസ്റ്റ് ഡാറ്റ സ്ട്രക്ചർ വെച്ചിട്ടാണ് നമ്മൾ ഈ ട്രീനെ റെപ്രസെന്റ് ആക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതൊരു നോഡാണ്. ഇതിന്റെ ഡാറ്റ പാറ്റേൺ എ. അപ്പോൾ ഇത് റൂട്ട് നോഡ്. റൂട്ട് നോഡിന്റെ ഡാറ്റ എ. പിന്നെ ഇതിന് രണ്ട് പോയിന്റേഴ്സ് ആണ് ഉള്ളത്, ലെഫ്റ്റ് പോയിന്റർ, റൈറ്റ് പോയിന്റർ. ലെഫ്റ്റ് പോയിന്റർ പോയിന്റ് ടു ദ ലെഫ്റ്റ് ചിൽഡ്രൻ. അപ്പോൾ ഇത് നോക്കിയാൽ ഇതൊരു നോഡാണ്. ഇതിന്റെ ലെഫ്റ്റ് ചിൽഡ്രൻ ആണ് ഇത്. ഈ പാർട്ടാണ് ലെഫ്റ്റ്, ഇതാണ് റൈറ്റ്. അപ്പോൾ ഇതിന്റെ ലെഫ്റ്റ് പോയിന്റർ ആണ് ഇത്, റൈറ്റ് പോയിന്റർ ആണ് ഇത്. അപ്പോൾ എ ഹാസ് ബി ആൻഡ് സി ചിൽഡ്രൻ, ആൻഡ് ബി ഹാസ് ഡി ആൻഡ് ഇ ചിൽഡ്രൻസ്, സി ഹാസ് ജി ആൻഡ് എച്ച് ചിൽഡ്രൻസ്, ആൻഡ് ഡി ഹാസ് ഫർദർ ചിൽഡ്രൻസ് ഐ ആൻഡ് ജെ, ആൻഡ് ജി ഹാസ് കെ. സോ ഇത് നമുക്കൊരു ട്രീ ആയിട്ട് റെപ്രസെന്റ് ആക്കണമെങ്കിൽ കാണിക്കാം എക്സാമ്പിൾ.
ഓക്കെ. സോ ഫസ്റ്റ് ഒരു റൂട്ട് നോഡ് ഉണ്ടാവും. റൂട്ട് നോഡിന്റെ ഡാറ്റ ആണ് എ. ഓക്കെ. പിന്നെ ഇതിന്റെ ലെഫ്റ്റ് ചിൽഡ്രൻ പാർട്ടാണ് ഇത്. ഇതിന്റെ റൈറ്റ് ആണ് ഇത്. ഓക്കെ. അപ്പോ ഇതിന്റെ ലെഫ്റ്റ് പാർട്ടാണ് ഇത്. ഇതാണ് ബി, ഇതാണ് സി. പിന്നെ ബിന്റെ ഫെർദർ രണ്ട് ചിൽഡ്രൻസ് ആണ് ഡി ആൻഡ് എഫ്. ആൻഡ് സോ ഓൺ. ഇത് മനസ്സിലായല്ലേ? ഇതിനാണ് നമ്മൾ ലിങ്ക് ലിസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ റെപ്രസെന്റ് ആക്കണം. പിന്നെ ഈ സീനി സെപ്പറേറ്റ് അഗെയിൻ ടു ചിൽഡ്രൻസ് ഉണ്ട്, ജി ആൻഡ് എഫ്. പിന്നെ ജീന് കെ ഉണ്ട്. അങ്ങനെ നമുക്ക് റെപ്രസെന്റ് ആക്കാം. ഇത് ജീന്റെ റൈറ്റ് ചിൽഡ്രൻ ആണ് കെ. ജീന് ലെഫ്റ്റ് ചൈൽഡ് ഇല്ല. ഓക്കെ. പിന്നെ സോ ഈ മെത്തഡാണ് ട്രീ ഡാറ്റ സ്ട്രക്ചേഴ്സിന് നമ്മൾ ഇതാക്കുന്നത്. പിന്നെ ട്രീ ഡാറ്റ സ്ട്രക്ചേഴ്സിൽ കുറെ കോൺസെപ്റ്റ് ഉണ്ടാവും. ലൈക്ക് ഇത് കുറച്ച് അഡ്വാൻസ് ടോപ്പിക്സ് ആണ്. അപ്പോ ഇപ്പൊ ജസ്റ്റ് തിയറി ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. ലൈക്ക് ട്രീ ഡാറ്റ സ്ട്രക്ചേഴ്സിന്റെ ഫസ്റ്റ് നോഡാണ് റൂട്ട് നോഡ്. പിന്നെ അതിനൊരു ലെവൽ എന്ന് അറിയൂ. ഓക്കെ. അപ്പൊ അത് ലെവൽ 0 ആണ്. പിന്നെ അതിന്റെ ചിൽഡ്രൻസ് ഉള്ളതാണ് ലെവൽ 1. അതിന്റെ സബ് ചിൽഡ്രൻസ് ഉള്ളതാണ് ലെവൽ 2 ആൻഡ് സോ ഓൺ. ഓക്കെ. അപ്പോ ലൈക്ക് ഇഫ് ദർ ആർ, ഇത് നോക്കുമ്പോൾ എത്ര 4 ലെവൽസ് ഉണ്ട്. പക്ഷെ ഫസ്റ്റ് ലെവൽ 0 ആണ്. അപ്പൊ ടോട്ടൽ ചെക്ക് ആക്കുമ്പോൾ 1 2 3 4 5 ടോട്ടൽ 5 ലെവൽസ് ഉണ്ടല്ലേ. അപ്പോൾ ദ ഹൈറ്റ് ഓഫ് ദ ട്രീ എന്ന് പറയുമ്പോൾ 5 ആണ്. ഓക്കെ. ടോട്ടൽ ദ ഹൈറ്റ് ഓഫ് ദ ട്രീ is 5 and this B, D, E are the internal nodes. പിന്നെ A is the root node. E and D are the siblings. Siblings എന്ന് പറയുമ്പോൾ the nodes which have the same parent is termed as the siblings. പിന്നെ ബി ആണ് ഡി പിന്നെ ഇന്റെ പാരന്റ്. പിന്നെ കെ എൽ എം എൻ ഒ പി അതാണ് ലീഫ് നോട്ട്സ്. ലീഫ് നോട്ട്സ് എന്ന് പറയുമ്പോൾ the nodes which does not have further children are termed as the leaf nodes. സോ ഇതാണ് ലിങ്ക് ലിസ്റ്റ് വെച്ചിട്ട് എങ്ങനെ റെപ്രസെന്റ് ആക്കുന്നതെന്ന്. അപ്പോൾ ഒരു എല്ലാ നോട്ട്സിനും ഇങ്ങനെ ഒരു ഈ ഫോർമാറ്റിലാണ് റെപ്രസെന്റ് ആക്കുന്നത്. അപ്പോ മിഡിൽ പാർട്ട് ആൻഡ് ഡാറ്റ പാർട്ട്, അതിന്റെ ലെഫ്റ്റ് പോയിന്റർ റൈറ്റ് പോയിന്റേഴ്സ് ഉണ്ടാവും. ലെഫ്റ്റ് പോയിന്റർ ഈസ് പോയിന്റഡ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് സബ് ട്രീ and right pointers to point the right childrens and so on. പിന്നെ ലീഫ് നോഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് നോ ലെഫ്റ്റ് ചിൽഡ്രൻ ആൻഡ് റൈറ്റ് ചിൽഡ്രൻ. അപ്പോൾ അതിന്റെ ലെഫ്റ്റ് പോയിന്ററും റൈറ്റ് പോയിന്ററും നൽ NULL ഓർ നൺ NONE. ഇപ്പോൾ സി പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ജാവ ആടൊക്കെ നമ്മൾ സോറി സി അല്ല ജാവയിലാണെങ്കിൽ നമ്മൾ നല്ലാണ് യൂസ് ആക്കുന്നത്. പക്ഷെ പൈത്തൺ പ്രോഗ്രാമിംഗ് ആകുമ്പോൾ നൺ ഓർ NONE. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് നത്തിങ്. അതാണ് റെപ്രസെന്റ് ആക്കാൻ യൂസ് ആക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ മെഷീൻ ലേണിംഗ് എന്ന് കേട്ടിട്ടുണ്ടാവല്ലോ. അപ്പോൾ മെഷീൻ ലേണിംഗിന്റെ ഒരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ് ഡിസിഷൻ ട്രീ പാരാമീറ്റേഴ്സ് ഓർ ഡിസിഷൻ ട്രീ അൽഗോരിതം. ഓക്കെ. അപ്പോ അത് നമുക്ക് ഈ ട്രീ ഡാറ്റ സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ആക്കാനാവും. ഫോർ എക്സാമ്പിൾ, വിൽ ഐ ബി വിത്ത് ഫ്രണ്ട്സ്. ഓക്കെ. സോ എ പിന്നെ ബി ഫ്രണ്ട്സ് ആണ്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ആക്കുന്നത് ലൈക്ക് ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. എ ആൻഡ് ബി ആർ ഫ്രണ്ട്സ്. സോ എ ആൻഡ് ബി. സോ ഒരു ഇഫ് കണ്ടീഷൻ ആണ്. ഓക്കെ. ഇഫ് എ ആൻഡ് ബി ആർ ഫ്രണ്ട്സ്. സോ എസ് ആണെങ്കിൽ എന്തായി എഗെയിൻ ഒരു കണ്ടീഷൻ ചെക്ക് ആക്കും. ഇഫ് ദർ ഈസ് എ റെയിൻ ടുഡേ. ഓക്കെ. ഇഫ് യെസ് then go for a coffee. Okay. If no, that means A and B are friends but it is not raining today, so let's play basketball. Clear? Next, A and B are not friends. No എന്ന് പറയുമ്പോൾ ഈ കണ്ടീഷൻ ഫെയിൽ ആയി. അപ്പോൾ A and B are not friends. Then we have to check, will it rain today? If yes, then watch a movie. If no, then go jogging. സോ ഇങ്ങനത്തെ കണ്ടീഷണൽ ബേസ്ഡ് മെഷീൻ ലേണിംഗ് കുറെ അപ്രോച്ച് ഉണ്ടാവും. അതിനൊക്കെ നമ്മൾ ട്രീ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് യൂസ് ആക്കുന്നത്. ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയിനാ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. അപ്പോ സ്റ്റാക്ക്, ക്യൂ, പിന്നെ ട്രീ,
ഇത് ഇത്ര ക്ലിയർ ആയല്ലേ? പിന്നെ എറേസ്. ഓക്കെ. സോ നെക്സ്റ്റ് കോൺസെപ്റ്റ് ആണ് ഗ്രാഫ്. സോ ഗ്രാഫ്സ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഇപ്പൊ കുറച്ച് റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, അല്ലെങ്കിൽ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് ഗ്രാഫ്. സോ നിങ്ങളിപ്പോ ഫേസ്ബുക്കിലൊക്കെ നോക്കിയിട്ടുണ്ടാവും. ലൈക്ക് ഒരു എക്സാമ്പിൾ പറയാം. ഇല്ലെങ്കിൽ ഞാൻ തിയറി വായിച്ചിട്ട് പറയാം, പിന്നെ എക്സാമ്പിൾ പറയാം. സോ വാട്ട് ഈസ് എ ഗ്രാഫ്? ഗ്രാഫ് ഈസ് എ കളക്ഷൻ ഓഫ് നോട്ട്സ് കണക്റ്റഡ് ബൈ എഡ്ജസ്. അപ്പോ graph can represent a variety of relationships and structures, making them versatile for modeling complex systems. They can be directed or undirected graph. So ina explain aaka. Okay. So graph എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഗൂഗിൾ മാപ്സിന്റെ എക്സാമ്പിൾ എടുക്കാം. ഓക്കെ. അപ്പോ there is a place called A. Okay. And there is a place called B. There is another place called C. And there is a place called D. Appo, a person has to travel from A and his destination is D. Clear? അപ്പോ പിന്നെ അപ്പോ എ പിന്നെ ഡി കണക്ട് ആക്കാൻ വേണ്ടി കുറെ റോഡ്സ് ഉണ്ടാവും. ലൈക്ക് എ ടു ബി, ബി ടു ഡി. ഓക്കെ. ഇങ്ങനെ പോകണമെങ്കിൽ എ ടു ബി പോവാൻ ലൈക്ക് 1 hour ടൈം വേണം. പിന്നെ ബി ടു ഡി പോവാൻ 2 hours. ക്ലിയർ? നെക്സ്റ്റ് എ ടു സി പോവാൻ ലൈക്ക് 30 minutes. പിന്നെ സി ടു ഡി പോവാൻ 30 minutes. അപ്പോ ഈ ഗൂഗിൾ മാപ്സിൽ എന്താക്കുന്ന പറഞ്ഞാൽ ഇപ്പോ ഇങ്ങനത്തെ ഇൻഡിവിജ്വൽ പ്ലേസ് ഉണ്ടാവുമല്ലോ, അതിന് ഇൻഡിവിജ്വൽ നോട്ട്സ് ആയിട്ടാണ് കൺസിഡർ ആക്കുന്നത്. പിന്നെ ആ റോഡ് ഉണ്ടാവല്ലേ, റോഡ് കണക്ടിങ് ടു സിറ്റീസ് ഓർ ടു പ്ലേസസ് ആർ റെപ്രസെന്റഡ് ആസ് എഡ്ജസ്. അപ്പോ ഇതാണ് എഡ്ജ്. ക്ലിയർ? ഇതാണ് എഡ്ജ്. In the case of Google Maps, these are the roads which connects the two cities, and nodes are nothing but the places or the cities. Okay. പിന്നെ ഇതിന്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഇൻ കേസ് ഓഫ് ഗൂഗിൾ മാപ്സ് ഓർ ദിസ് സിനാരിയോ, ഇതിന്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ ടൈം ആണ്. ലൈക്ക് how much time is required to travel from A to B using that particular road. Okay, it a 1 hour. Apo if a person wants to travel from A to D, then B through പോണെങ്കിൽ total 3 hours ആണ് ഓൻക്ക് വേണ്ടത്. But if we go if we go to D through C city, then it takes only 60 minutes or 1 hour. അപ്പോൾ ഇതാണ് ചീപ്പ്. അപ്പൊ നമുക്ക് എന്താക്കും, ഗൂഗിൾ ഈ റൂട്ടാണ് റെക്കമെൻഡ് ആക്കുന്നത്. ക്ലിയർ? ഇതിന്റെ കോൺസെപ്റ്റ് അപ്പോൾ ഇത് ഫുൾ റെപ്രസെന്റ് ആക്കുന്ന ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് ഗ്രാഫ്. പിന്നെ ഈ ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുന്നത് ഇതൊരു അൽഗോരിതം ആണ്. അപ്പൊ ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോരിതംസ് അങ്ങനത്തെ കുറെ ഉണ്ടാവും. ലൈക്ക് ഡിജിക്രാസ് ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോരിതം, പിന്നെ അങ്ങനത്തെ കുറെ സിംഗിൾ സോഴ്സ് അൽഗോരിതം, അങ്ങനത്തെ കുറെ അൽഗോരിതംസ് ഉണ്ട്. സോ ഇതിന്റെ ഒക്കെ ഇതാണ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം, DSA, ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം. അപ്പോൾ ഇന്ന സെഷനിൽ എടുക്കാൻ നോക്കുന്ന ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ്. ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ആക്കുന്നത്. പിന്നെ ഇതിന്റെ റിലേറ്റഡ് അൽഗോരിതംസ് ആണ് DSA മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പോ ഇതിന്റെ വേറൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇല്ലെങ്കിൽ ഫേസ്ബുക്ക് ആടൊക്കെ നോക്കുമ്പോൾ എന്തായി, there is a person called Rama and there is a person called Swati. Okay. Apo there is no direct connection between Rama and Swati. That means Rama does not follow Swati or Swati does not follow Rama either. But Rama follow like Catty and Swati follow Catty. Apo രണ്ടാളുടെയും മ്യൂച്വൽ ഫ്രണ്ട് ആണ് കാറ്റി. ക്ലിയർ? ബട്ട് ദേ ആർ നോട്ട് ഫോളോവിങ് ഈച്ച് അതർ ഡയറക്ട്ലി. ബട്ട് എന്തായി, രാമ ഇൻസ്റ്റാഗ്രാമിന്റെ എന്താ ഹോം പേജ് ഇങ്ങനെ സ്ക്രോൾ ആക്കുമ്പോൾ സ്വാതിന്റെ കുറെ പോസ്റ്റ് കണ്ടു. വൈ? ബിക്കോസ് സ്വാതി ഈസ് കണക്റ്റഡ് ടു കാറ്റി ആൻഡ് ദാറ്റ്സ് ദ റീസൺ ഹി ഈസ് സീയിങ് ദാറ്റ്. ഓക്കെ. സോ ഇതാണ് റെക്കമെൻഡേഷൻ സിസ്റ്റംസ്.
സോഷ്യൽ നെറ്റ്വർക്കിംഗ് അതിനൊക്കെ ഈ ഗ്രാഫ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് മെയിൻ ആയിട്ട് യൂസ് ആക്കുന്നത്. ക്ലിയർ? സോ ഇതിന്റെ ബേസിക് ടെർമിനോളജി ആണ് നോഡ്, പിന്നെ യാ സോ നോഡ് എഡ്ജ്, പിന്നെ എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ അതിന് വെയിറ്റ് എന്ന് പറയും. അപ്പോൾ 3, 6 അപ്പൊ അതിന്റെ വെയിറ്റ് ആണ് 2. ദാറ്റ് ഈസ് ദ കോസ്റ്റ് ടു കവർ ഫ്രം 3 to 6 ഈസ് 2. ക്ലിയർ? സോ ഇതാണ് ഗ്രാഫിന്റെ കോൺസെപ്റ്റ്. പിന്നെ നെക്സ്റ്റ് ആണ് ഹാഷ് ടേബിൾ. ഹാഷ് ടേബിൾ എന്ന് പറയുമ്പോൾ കുറെ കോംപ്ലക്സ് ഒന്നുമല്ല. നമ്മൾ ഇപ്പോൾ ഡിക്ഷണറി ഡാറ്റ സ്ട്രക്ചേഴ്സ് പഠിച്ചില്ലേ, കീ വാല്യൂ പെയർ ആയിട്ട് സ്റ്റോർ ആക്കുന്നത്, അതാണ് സിംപ്ലി ഹാഷ് ടേബിൾസ്. ഓക്കെ. അപ്പോൾ ഹാഷ് ടേബിൾ എന്ന് പറയുമ്പോൾ ഒരു കീ ഉണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ ഉണ്ടാവും. നിങ്ങൾ ഇപ്പോൾ ഡിക്ഷണറിയെല്ലാം നോക്കിയിട്ടുണ്ടാവില്ലേ, ഇംഗ്ലീഷ് ടു കന്നഡ ഡിക്ഷണറി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടു ഹിന്ദി ഡിക്ഷണറി. അപ്പോൾ ആടെ എന്തുണ്ടാവും, ഒരു ഇംഗ്ലീഷ് വേർഡ് ഉണ്ടാവും, പിന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ മീനിങ് ഹിന്ദിയിൽ ഉണ്ടാവും. ഓക്കെ. സോ സെയിം ആണ് ഈ ഡിക്ഷണറി ഓർ ഹാഷ് ടേബിൾസ്. ജസ്റ്റ് ഒരു തിയറി വായിക്കാം. ഓക്കെ. A hash table is a data structure that store key value pair for efficient data retrieval. It uses hash function അതല്ലോണ്ട്. This allows faster access, insertion and deletion operations. So ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു ഹാഷ് ടേബിൾ ഉണ്ട്. ഓക്കെ. അപ്പോൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആപ്പിൾ. അപ്പോൾ ഒരു ഹാഷ് ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ എന്തായി, ഫസ്റ്റ് ലൈക്ക് ആപ്പിൾ എന്തൊരു ഫ്രൂട്ട് ആണ്. ഇത് വേണ്ട, ഈസി എക്സാമ്പിൾ കാണിക്കാം. ഓക്കെ. സോ ഹാഷ് ടേബിൾ എന്ന് പറയുമ്പോൾ സിമ്പിൾ, പൈത്തണെല്ലാം ആകുമ്പോൾ ഡിക്ഷണറി ആണ്. അപ്പോ ഇങ്ങനത്തെ ഒരു ഡാറ്റ ഇങ്ങനത്തെ ഒരു ഇതിലല്ലേ നമ്മൾ റെപ്രസെന്റ് ആക്കുന്ന കീ. അപ്പോൾ ഇവിടെ 1 കറസ്പോണ്ടിങ് ഞാൻ കോഡ് ആക്കിയിട്ട് കാണിക്കാം, ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് കൺഫ്യൂസ് ആവും. സോ ഡിക്ഷണറി അറിയാമല്ലേ, മിന്നല്ല ക്ലാസ്സിൽ എടുത്തിനല്ലോ, അത് തന്നെയാണ് ഹാഷ് ടേബിൾസ്. ഇത് ക്ലിയർ ആയിനാ? ഇതുവരെ എടുത്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതാണ് ഫുള്ള് ഡാറ്റ സ്ട്രക്ചേഴ്സ് കവർ ആക്കിന്, ലൈക്ക് എറേസ്, ലിങ്ക് ലിസ്റ്റ്, ഗ്രാഫ്, ട്രീ, പിന്നെ പിന്നെ ഇത്. ഓക്കെ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ കണ്ടിന്യൂ ആക്കട്ടെ? ഓക്കെ. സോ നെക്സ്റ്റ് ആണ് ടൈം കോംപ്ലക്സിറ്റി. ഇത് കുറച്ച് കോംപ്ലക്സ് ആണ്. ലൈക്ക് ഇത് നമുക്കിപ്പോ വേണ്ട, ബട്ട് ജസ്റ്റ് ഒന്ന് പറയാം. ലൈക്ക് ഇങ്ങനത്തെ ഒരു എറേ ഉണ്ടാവും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് കൊടുക്കുന്നത്. 1, 2, ഓക്കെ. സോ ഇങ്ങനത്തെ ഒരു എറേ ഉണ്ടാവും അല്ലേ. അപ്പോ എറേയിൽ എനിക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. അപ്പോൾ എനിക്കിപ്പോ ഈ 8 എലമെന്റ് ഈ എറേയിൽ ഉണ്ടാന്ന് നോക്കണം. ഓക്കെ. അപ്പൊ നമ്മൾ എന്താക്കും, നമ്മൾ ഈ എലമെന്റ് ചെക്ക് ആക്കും. ഓക്കെ. 1 ഈക്വൽ ടു 8 ആണ് നോക്കും. അപ്പൊ നോ. അപ്പൊ നമ്മൾ എന്താക്കും, നെക്സ്റ്റ് എലമെന്റ് സെർച്ച് ആക്കും. പിന്നെ നമ്മൾ ചെക്ക് ആക്കും വെദർ 2 ഈസ് ഈക്വൽ ടു 8. നോ. ദെൻ വി ഗോ ഹെഡ്. ദെൻ നമ്മൾ ചെക്ക് ആക്കും 5 ഈക്വൽ ടു 8 ആണ് നോക്കും. അപ്പോ നോ. ദെൻ നെക്സ്റ്റ് 8 ഈക്വൽ ടു 8 ആണ് നോക്കും. അപ്പോ യെസ്. അപ്പൊ വേർസ്റ്റ് കേസിൽ എന്തായി, ഒരു എലമെന്റ് ഒരു എറേയിൽ ഉണ്ടാന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ഇഫ് if an array consists of n elements, then in the worst case we have to search for n elements, right? N I mean in the like n times we have to check the conditions to check whether the corresponding or the given element is equal to the element what we want to search. Okay. So അതിനാണ് ഈ ബിഗ് ഓഫ് n കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ടെർമിനോളജി നോക്കുമ്പോൾ ബിഗ് ഓഫ് 1 ആണ് സൂട്ടബിൾ, ബെസ്റ്റ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ആണ് ബിഗ് ഓഫ് ലോഗ് എൻ, പിന്നെ എൻ, പിന്നെ എൻ ലോഗ് എൻ, പിന്നെ എൻ സ്ക്വയർ, എൻ ക്യൂബ്, 2 raised to x, എൻ ഫാക്ടോറിയൽ എക്സെട്ര. സോ ഇത് കോംപ്ലക്സ് ഇല്ലെങ്കിൽ DSA ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ജസ്റ്റ് ഒരു പറഞ്ഞാണ് ടു ഗെറ്റ് ഫെമിലറൈസ്ഡ് വിത്ത് ദ ടോപ്പിക്. ഓക്കെ. സോ ഇതാണ് ഇന്നത്തെ സെഷനിൽ എടുക്കുന്നത്. പിന്നെ കുറച്ച് പ്രോഗ്രാമിംഗ് ആയിട്ട് ഞാൻ കാണിക്കുക.
സോ ഇത് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ആണ്. 2 days ബാക്ക് ഫിദ ക്ലാസ് എടുത്തിനല്ലേ, അപ്പോൾ ഓള് ഇതന്നെ യൂസ് ആക്കിയത്. അപ്പോൾ ഞാൻ ഈ സെഷൻ ആയിട്ട് ഈ .ipynb ഫയലിനെ ഷെയർ ആക്കാം ഗ്രൂപ്പിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താക്കണം, either ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഇൻസ്റ്റാൾ ആക്കണം, ഇല്ലെങ്കിൽ ഗൂഗിൾ കൊലാബ് ഉണ്ടല്ലേ, ഗൂഗിൾ കൊലാബിൽ പോയിട്ട്, ഗൂഗിൾ കൊലാബ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അവിടെ പോയിട്ട് ഫയൽ അപ്ലോഡ് ദിസ് ഫയൽ. ഓക്കെ, അങ്ങനെ അപ്ലോഡ് ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് അവിടെ ആക്സസ് ആക്കാനാവും. ക്ലിയർ? പിന്നെ അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ റൺ ആക്കി നോക്കാം, ലൈക്ക് കൺട്രോൾ ഒരു ഷിഫ്റ്റ് എൻ്റർ ആക്കുമ്പോൾ അത് റൺ ആവും. ക്ലിയർ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പ്രിന്റ് ഹായ് ഇങ്ങനെ ഷിഫ്റ്റ് എൻ്റർ കൊടുക്കുമ്പോൾ അതവിടെ ആടെ തന്നെ പ്രിന്റ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കാം, ട്രൈ ആക്കിയിട്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ജൂപ്പിറ്റർ നോട്ട്ബുക്ക്. അപ്പോൾ ഇവിടെ പോയിട്ട് അപ്ലോഡ്, പിന്നെ ബ്രൗസ്, പിന്നെ ഞാൻ ഇപ്പോൾ ഒരു ഫയൽ ഷെയർ ആക്കാം, അത് ഇവിടെ ബ്രൗസ് ആക്കിയാൽ മതി. സോ ഇന്നത്തെ മെയിൻ സെഷൻ ഇത് തന്നെയാണ്, എറേ ലിങ്ക് ലിസ്റ്റ്. അപ്പോൾ അതിന്റെ ജസ്റ്റ് ഒരു പ്രോഗ്രാം റൺ ആക്കിയിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ യാ, സോ എറേ വൺ ഡൈമെൻഷണൽ എറേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇതുണ്ടാവും, എന്ത് കബോർഡ് ഉണ്ടാവും, അവിടെ ഒരു റോ ആണുള്ളത്. അപ്പോൾ റോ വന്നിൽ 3 ബുക്സ് ആണ് ഉള്ളത്, ബുക്ക് 1, ബുക്ക് 2, ബുക്ക് 3. ഓക്കെ, പിന്നെ അതിന്റെ ടൈപ്പ് നോക്കുമ്പോൾ യാ, സോ ഇതൊരു ലിസ്റ്റ് ആണ്. In Python it is called list, and in data structure terms we call it as array. Okay, പിന്നെ element access ആക്കണമെങ്കിൽ raw 1, that is the name of the variable which is used to store the data, and പിന്നെ indexing. ഇപ്പോൾ ബുക്ക് 1 ആക്സസ് ആക്കണമെങ്കിൽ 0, പിന്നെ ബുക്ക് 2 ആക്സസ് ആക്കണമെങ്കിൽ 1, ആൻഡ് സോ ഓൺ. ഇതാണ് 2 ഡൈമെൻഷണൽ എറേ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ആണ് സിംഗിൾ ഡൈമെൻഷണൽ എറേ ഓർ 1 ഡൈമെൻഷണൽ എറേ. പിന്നെ നെക്സ്റ്റ് ആണ് 2 ഡൈമെൻഷണൽ എറേ. 2 ഡൈമെൻഷണൽ എറേ എന്ന് പറയുമ്പോൾ എറേ ആണ്, ഇത് നമ്മുടെ ഇത് മെട്രിക്സ് ആണ്. മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഒരു കബോർഡിൽ 3 ഇതുണ്ടാവും, ലൈക്ക് ഒരു മിനിറ്റ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കബോർഡ്. അപ്പോൾ ഇവിടെ 3 റോസ് ഉണ്ട്, 1, ദറ്റ് ഈസ് ഫസ്റ്റ് റോ, സെക്കൻഡ് റോ ആൻഡ് തേർഡ് റോ. അപ്പോൾ ഈച്ച് റോയിൽ കുറെ ബുക്സ് ഉണ്ടാവും, ലൈക്ക് ബുക്ക് 1, ബുക്ക് 2, ബുക്ക് 3, ബുക്ക് 4, ബുക്ക് 5, ബുക്ക് 6, ബുക്ക് 7, ബുക്ക് 8, ബുക്ക് 9, എക്സെട്ര. സോ ഇതാണ് ഇവിടെ റെപ്രസെന്റ് ആക്കിയത്. അപ്പോൾ ഒരു ഷെൽഫ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഷെൽഫ്. സോ ഇതാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഷെൽഫായിട്ട് കൺസിഡർ ആക്കുന്നത്. ഈ ഷെൽഫിന് 3 റോസ് ഉണ്ട്, 1, 2, 3. അപ്പോൾ റോ 1, റോ 2, റോ 3. അപ്പോൾ റോ 1 ഇതിൽ ബുക്സ് ഉണ്ട്, ബുക്ക് 1 ഉണ്ട്, ബുക്ക് 2 ഉണ്ട്, ബുക്ക് 3 ഉണ്ട്, റോ 2 അങ്ങനെ എക്സെട്ര. പിന്നെ നമ്മൾ ഈ എറേ ആകുമ്പോൾ അപ്പെൻഡ് ആണ് ആക്കുന്നത്. അപ്പോൾ ഷെൽഫ് ഡോട്ട് അപ്പെൻഡ് റോ 1, ഷെൽഫ് ഡോട്ട് അപ്പെൻഡ് റോ 1 ആക്കുമ്പോൾ ഈ ഒരു റോ ആണ് ആഡ് ആയത്, പിന്നെ ഇത് ആഡ് ആയി, പിന്നെ ഇത് ആഡ് ആയി, ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പോ ഇതിൽ നമ്മൾ എലമെന്റ് ആക്സസ് ആക്കണമെങ്കിൽ ഫസ്റ്റ് ആ ഷെൽഫ്, പിന്നെ ലൈക്ക് ഇപ്പോൾ 3 റോസ് ഉണ്ട്, 3 കോളംസ് ഉണ്ട്. അപ്പോൾ ബുക്ക് 5 ആണെങ്കിൽ എനിക്ക് 0 ഫസ്റ്റ് റോ, സോ ഫസ്റ്റ് റോ ആൻഡ് ഫസ്റ്റ് കോളം. ഇങ്ങനെ ആക്കുമ്പോൾ സോറി യാ, സോ ഇങ്ങനെ ആക്കുമ്പോൾ ബുക്ക് 5 പ്രിന്റ് ആയി. ബുക്ക് 8 പ്രിന്റ് ആക്കണമെങ്കിൽ റോ 2 കോളം 1, ബുക്ക് 8 പ്രിന്റ് ആയി. ഇതിലറിയുമല്ലോ നിങ്ങൾക്ക് സിംഗിൾ ഡൈമെൻഷണൽ ഏരിയ, പിന്നെ 2 ഡൈമെൻഷണൽ ഏരിയ എങ്ങനെ ആക്സസ് ആക്കാം, എങ്ങനെ ക്രിയേറ്റ് ആക്കാം, മെട്രിക്സ് എങ്ങനെ ക്രിയേറ്റ് ആക്കാം, അതൊക്കെ ക്ലിയർ അല്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് ആണ് ലിങ്ക് ലിസ്റ്റ്. ഇത് കുറച്ച് കോംപ്ലെക്സ് ആണ്. പ്രോഗ്രാമിംഗിൽ നമുക്ക് ഇപ്പോ ഇത് റെപ്രസെന്റ് ആക്കണമെങ്കിൽ കുറച്ച് കോംപ്ലെക്സ് ആണ്. അപ്പോ ഇന്നലെ ചെയ്യപ്പെട്ട ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ കുറച്ച് കോൺസെപ്റ്റ് ആണ് ഇവിടെ വേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ബ്രഷ് അപ്പ് ആക്കാം. സോ ഇതാണ്. ഓക്കെ,
Mm, yeah. So, so first ipo the topic class. അപ്പൊ ക്ലാസ് എന്ന് പറയുമ്പോ എന്ത് ക്ലാസ് എന്ന് പറയുമ്പോ അവിടെ കുറെ മെത്തേഡ്സ് ഉണ്ടാവും മെത്തേഡ്സ് എന്ന് പറയുമ്പോ ഇതാണ് ഓക്കെ ഇങ്ങനെ കുറെ ഫങ്ഷൻസ് ഉണ്ടാവും ആഡ് എലമെന്റ് ഇല്ലെങ്കിൽ ഡിസ്പ്ലേ എലമെന്റ്സ് ഇതൊക്കെ ഫങ്ഷൻസ് ആണ് ഇല്ലെങ്കിൽ മെത്തേഡ്സ് ആണ് അപ്പൊ ഒരു ക്ലാസ് എടുക്കുമ്പോൾ അവിടെ കുറെ ഫങ്ഷൻസ് ഉണ്ടാവും അപ്പൊ ഈ കൺസ്ട്രക്ടർ ഇത് കൺസ്ട്രക്ടർ ആണ് അപ്പൊ കൺസ്ട്രക്ടർ ഒരു മെത്തേഡ് ആണ് അപ്പൊ a class consists of many variables or class attributes as well as the methods അതാണ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഇതാണ് ഓക്കെ അപ്പോ ഡയറക്റ്റ് ലിങ്ക് ലിസ്റ്റ് പ്രോഗ്രാമിംഗ് ആകുന്ന മുമ്പ് ഞാൻ ജസ്റ്റ് ഇത് എക്സ്പ്ലെയിൻ ആക്കാം ഇങ്ങനെ ഇത് വർക്ക് ആണ് ക്ലാസ് എങ്ങനെ വർക്ക് ആണ് ഒബ്ജക്ട് എങ്ങനെ ക്രിയേറ്റ് ആക്കാൻ ഓക്കെ സോ ഫോർ എക്സാമ്പിൾ ഒരു ക്ലാസ് ഉണ്ട് നംസ് ക്ലാസ് ഓക്കെ സോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കുറെ ഫംഗ്ഷൻസ് ആക്കിയിട്ടുണ്ടാവല്ലോ അപ്പൊ റിലേറ്റഡ് ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് ഒരു ക്ലാസിന്റെ ഉള്ളിൽ നമുക്ക് ലൈക്ക് ആഡ് ആക്കാം സോ ദാറ്റ് നമുക്കത് കോൾ ആക്കാൻ ഈസി ഉണ്ടാവും ഫോർ എക്സാമ്പിൾ നംസ് ക്ലാസ് സോ നംസ് ക്ലാസ് ഇസ് എ ക്ലാസ് വിച്ച് ഡീൽസ് വിത്ത് നമ്പേഴ്സ് ഓക്കെ സോ ഇവിടെ കുറെ ഫംഗ്ഷൻസ് ഉണ്ടാവും അപ്പോൾ ഈ ഫംഗ്ഷൻ നമുക്ക് എന്താക്കാം ഈ ഫംഗ്ഷൻസ് നമ്പേഴ്സ് ആണ് ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നത് പിന്നെ അതിൽ കുറച്ച് ആക്ഷൻസ് പെർഫോം ആക്കും പിന്നെ സം ആക്ഷൻസ് ഓക്കെ അതാണ് ഓക്കെ സോ ഫോർ എക്സാമ്പിൾ ഇപ്പോ n1 = നംസ് ക്ലാസ് ഓക്കെ അപ്പൊ എന്തായി നംസ് ക്ലാസ് ആണ് ഇത് ഓക്കെ അപ്പൊ n1 എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്ട് ക്രിയേറ്റ് ആക്കി ഈ പ്രോസസ് ആണ് ഒബ്ജക്ട് ഇൻസ്റ്റാൻഷിയേഷൻ ഓർ ഒബ്ജക്ട് ക്രിയേഷൻ ഓക്കെ പിന്നെ എന്തായി ഇത് കുറെ ഫംഗ്ഷൻസ് ഉണ്ട് അപ്പൊ ഇതൊരു ഫംഗ്ഷൻ ആണ് ആഡ് നംസ് അപ്പൊ ഞാൻ എന്താക്കി n1.add_nums 5,6 ഇതെന്തായി ആഡ് നംസ് എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷൻ ആണ് അത് രണ്ട് ആർഗ്യുമെന്റ് ആണ് എടുക്കുന്നത് നം1 നം2 പിന്നെ അപ്പോ ഇവിടെ ആഡ് നംസ് 5,6 ആക്കുമ്പോൾ നം1ൽ 5 വന്നു നം2ൽ 6 വന്നു പിന്നെ നം1 പ്ലസ് നം2 എന്ന് പറയുമ്പോൾ 5 പ്ലസ് 6 അതാണ് 11 ക്ലിയർ നെക്സ്റ്റ് ആണ് n1.subnums 6,5 അപ്പോ n1 എന്ന് പറയുമ്പോൾ നം നംസ് ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ആണ് അപ്പോൾ അവിടെ കുറെ മെത്തേഡ്സ് ഉണ്ട് അതാണ് ഇവിടെ കോൾ ആക്കിയത് സബ് നംസ് ക്ലിയർ പിന്നെ ആർഗ്യുമെന്റ് ആയിട്ട് രണ്ട് നമ്പർ ആണ് കൊടുത്തത് 6,5 അപ്പോൾ ഇവിടെ നം1 = 6 നം2 = 5 പ്രിന്റ് നം1 മൈനസ് നം2 ദാറ്റ് ഈസ് 6 മൈനസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇത് ക്ലിയർ അല്ലേ ഇത് ഇത്ര ക്ലിയർ അല്ലേ ക്ലാസിന്റെ കോൺസെപ്റ്റ് ഓക്കെ ഇതിൽ ഡൗട്ട് ഇല്ലല്ലേ ഇത് ബേസ് ആണ് ഇത് കറക്റ്റ് ഉണ്ടെങ്കിലേ നമുക്ക് ലിങ്ക് ലിസ്റ്റ് കറക്റ്റ് മനസ്സിലാവും സോ ഇതിന്റെ ഒരു റിയൽ വേൾഡ് അപ്ലിക്കേഷൻ പറയാം ക്ലാസ് എന്ത് ഒബ്ജക്ട് എന്ത് ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവില്ലല്ലേ പറയണ്ട് യാ സോ നിങ്ങളിപ്പോ അഡ്മിഷൻ അപ്പോ ഇതൊരു ക്ലാസ് ആണ് ഓക്കെ ഇത് നമുക്കൊരു ക്ലാസ് ആയിട്ട് റെപ്രസെന്റ് ആക്കാനാവും വൈ ബിക്കോസ് ക്ലാസ് ഹാസ് സം ക്ലാസ് ആട്രിബ്യൂട്ട് ഓക്കെ ഒബ്ജക്ട് ഫോർ എക്സാമ്പിൾ പറയാം ഇതൊരു അഡ്മിഷൻ ആപ്ലിക്കേഷൻ ഫോം ആണ് ഫോർ അഡ്മിഷൻ ഓക്കെ അപ്പോൾ ഇതിൽ കുറെ ഫോം ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും ലൈക്ക് സ്റ്റുഡന്റ് നെയിം ഒരു ആട്രിബ്യൂട്ട് ആണ് ക്ലാസ് ഇൻ വിച്ച് അഡ്മിഷൻ ഈസ് സോട്ട് ഒരു ഇതാണ് എന്ത് ആട്രിബ്യൂട്ട് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് ഒരു ആട്രിബ്യൂട്ട് സോ എക്സെട്ര കുറെ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും ഓക്കെ സോ അപ്പോ ഏത് സ്റ്റുഡന്റ് വന്നാലും ഒരു ടെംപ്ലേറ്റ് ഇതാണ് അപ്പൊ ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു ടെംപ്ലേറ്റ് ആണ് ഓക്കെ ഒബ്ജക്ട് ഈസ് നത്തിങ് ബട്ട് ക്ലാസ് ഈസ് എ ടെംപ്ലേറ്റ് ഓഫ് ഒബ്ജക്ട്സ് അപ്പോ ഒരു സ്റ്റുഡന്റ് എ വന്നാൽ ഓൻ എന്താക്കും ഫസ്റ്റ് ഒരു അഡ്മിഷൻ ഫോം എടുക്കും പിന്നെ ഓന്റെ ഡീറ്റെയിൽസ് അതിന്റെ ആഡ് ആക്കുന്നത് ലൈക്ക് സ്റ്റുഡന്റ് നെയിം എ ക്ലാസ് ഇൻ വിച്ച് അഡ്മിഷൻ ഈസ് സോട്ട് ലൈക്ക് എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ സോ ഓന്റെ ഡാറ്റ ഓൻ ഏഡ് ആഡ് ആക്കും ലൈക്ക് ആ ഒബ്ജക്റ്റിലാണ് ആഡ് ആക്കുന്നത് ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു ടെംപ്ലേറ്റ് ആണ് അപ്പൊ if there is n number of students seeking for admission then there is only one class clear class of this application form and n objects are defined or n objects are created to and each object or each student will fill his form independent of each other clear so ഇത് നമുക്കൊരു പ്രോഗ്രാമിംഗ് ആയിട്ട് നമുക്ക് ഇതാ കാണിക്കാം ഓക്കെ സോ ലൈക്ക് ഹാ admission form
സോ ഇതാണ് അഡ്മിഷൻ ഫോം. സോ ഇതൊരു ക്ലാസ് ക്രിയേറ്റ് ആക്കി. പിന്നെ ഇതാണ് കൺസ്ട്രക്ടർ. കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ ഞാൻ കാണിക്കാം ഇതെങ്ങനെ റൺ ആണെന്ന്. ഓക്കെ, അപ്പൊ ഒരു കൺസ്ട്രക്ടർ സെൽഫ് എന്ന് പറയാം. പിന്നെ നെയിം, ഏജ്, +2 മാർക്സ്, ഇതാണ് ആർഗ്യുമെന്റ്സ് ആയിട്ട് വരുന്നത്. പിന്നെ സെൽഫ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം സെൽഫ് ഈക്വൽ ടു ഏജ് സെൽഫ് ഡോട്ട് +2 ഈക്വൽ ടു +2 മാർക്സ് പറയാം. പിന്നെ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ടാവും. പിന്നെ കാൽക്കുലേറ്റ് പെർസെന്റേജ് ഒക്കെ ഞാൻ പറയാം ഇതിന്റെ. അപ്പോൾ എന്തായി, ഇപ്പോ ഫസ്റ്റ് സ്റ്റുഡന്റ് ആണ് രാഹുൽ. ഓനെന്താക്കി, ഫസ്റ്റ് പോയിട്ട് അഡ്മിഷൻ ഫോം എടുത്തു. ഓക്കെ, അഡ്മിഷൻ ഫോം എടുക്കുമ്പോൾ ഓനെന്താക്കി, ഓന്റെ ഡീറ്റെയിൽസ് എൻ്റർ ആക്കി. ലൈക്ക് ഓന്റെ നെയിം ആണ് രാഹുൽ എ. ക്ലിയർ, നെയിം ഈക്വൽ ടു രാഹുൽ എ, ഈക്വൽ ടു 19, +2 marks is equal to 1100. We are assuming that the +2 marks is out of 1200. Clear? So, നെക്സ്റ്റ് ഇതെങ്ങനെ കിട്ടാൻ നോക്കാം. ഇപ്പൊ ഈ രാഹുൽ ഉണ്ടല്ലേ, ഈ രാഹുലാണ് സെൽഫ് ആക്കിയിട്ട് പോകുന്നത്. അപ്പോ ഇപ്പൊ അഡ്മിഷൻ ഫോം ഒരു ക്ലാസ് ആണ്. അപ്പൊ ഈ ഒബ്ജക്ട് ക്രിയേറ്റ് ആക്കുമ്പോൾ ഈ അഡ്മിഷൻ ഫോം ക്ലാസ്സിലോട്ട് പോകും. പിന്നെ എന്തായി, സെൽഫിലോട്ട് ഇതുപോലെ രാഹുൽ, പിന്നെ നെയിം ഈക്വൽ ടു രാഹുൽ, ഏജ് ഈക്വൽ ടു 19, +2 മാർക്സ് ഈക്വൽ ടു 1100. അപ്പൊ ഇവിടെ സെൽഫ് ഡോട്ട് നെയിം, ഇവിടെ ക്യാപിറ്റൽ NAME ഉണ്ടല്ലോ, അത് ക്ലാസിന്റെ ആട്രിബ്യൂട്ട് ആണ്. ലൈക്ക് ഇത് ടെംപ്ലേറ്റിന്റെ ആട്രിബ്യൂട്ട്സ് ആണ് ഈ ക്യാപിറ്റൽ NAME, ക്യാപിറ്റൽ EGE, ക്യാപിറ്റൽ +2 എക്സെട്ര. ഈ നെയിം, ഏജ്, +2 ഇത് ആർഗ്യുമെന്റ്സ് ആണ്. നമ്മൾ ഈ ഒബ്ജക്ട് ആക്കുമ്പോൾ എന്ത് വാല്യൂ ആണ് കൊടുക്കുന്നത്, അതാണ് വേരിയബിൾസ് ആണ്. ക്ലിയർ? പിന്നെ ഈ സെൽഫ് എന്ന് പറയുമ്പോൾ ഈക്വൽ ടു HSL ഉണ്ട്, അതാണ് റീപ്ലേസ്മെന്റ്. അപ്പൊ സെൽഫ് സെൽഫ് നെയിം എന്ന് പറയുമ്പോൾ രാഹുൽ ഡോട്ട് നെയിം. ക്ലിയർ? സോ രാഹുൽ ഡോട്ട് നെയിം ഈക്വൽ ടു രാഹുൽ എ, രാഹുൽ ഡോട്ട് ഏജ് ഈക്വൽ ടു 19, രാഹുൽ ഡോട്ട് +2 ഇസ് ഈക്വൽ ടു 1100. പിന്നെ നെക്സ്റ്റ് എന്താ, രമേശ്. രമേശ് സെക്കൻഡ് ഇല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഇയർ. ഹലോ ഗൈസ്, സോറി നെറ്റിന്റെ ഇഷ്യൂ തോന്നുന്നു. ഷെയർ ആക്കാം. സോ സ്ക്രീൻ വിസിബിൾ അല്ലേ? ഹലോ, ഓക്കെ. വിസിബിൾ ആണ്. സോ ഹാ, സോ ഏടെ കട്ടായത് ക്ലാസ് ഓർമ്മയുണ്ട? ഇത് എക്സ്പ്ലെയിൻ ആക്കിന ക്ലാസിന്റെ രാഹുൽ രമേശ് അതെങ്ങനെ ആഡ് ആണ്, സെൽഫ് രാഹുൽ അതിൽ പറഞ്ഞ സെൽഫ് രാഹുൽ ഡോട്ട് നെയിം, രാഹുൽ ഡോട്ട് ഏജ്, രാഹുൽ ഡോട്ട് +2 അതൊക്കെ. ഓക്കെ ഓക്കെ. സോ ഇതാണ്. അപ്പൊ ഇതാണ് ഒരു ക്ലാസ്. അപ്പൊ ക്ലാസിന്റെ രണ്ട് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ആക്കി, രാഹുൽ പിന്നെ രമേശ്. അപ്പൊ ഒരു രണ്ട് അഡ്മിഷൻ ഫോം ഫിൽ ആക്കി. അപ്പൊ രാഹുൽ ഓന്റെ അഡ്മിഷൻ ഫോം ഫിൽ ആക്കി, രമേശ് ഓന്റെ അഡ്മിഷൻ ഫോം ഫിൽ ആക്കി. പക്ഷെ ആ അഡ്മിഷൻ ഫോമിന്റെ ടെംപ്ലേറ്റ് സെയിം ആണ്. ക്ലിയർ? അപ്പോ നെക്സ്റ്റ് ആണ് രാഹുൽ ഡോട്ട് പ്രിന്റ് ഡീറ്റെയിൽസ്. രാഹുൽ ഡോട്ട് പ്രിന്റ് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ എന്താവുന്ന പറയാം. അപ്പൊ രാഹുൽ എന്ന് പറയുമ്പോൾ എന്തെന്ന് നോക്ക്, രാഹുൽ ഈസ് എ ഒബ്ജക്ട് ഓഫ് അഡ്മിഷൻ ഫോം ക്ലാസ്. ഓക്കെ, അപ്പൊ അഡ്മിഷൻ ഫോം ക്ലാസ് ചെക്ക് ആക്കും. പിന്നെ ആടെ ഒരു മെത്തേഡ് ഉണ്ട്, പ്രിന്റ് ഡീറ്റെയിൽസ്. അതാണ് ഇത് പ്രിന്റ് ഡീറ്റെയിൽസ്. ഓക്കെ, പിന്നെ എന്തായി,
രാഹുൽ ഡോട്ട് പ്രിന്റ് ഡീറ്റെയിൽസ് അല്ലേ? അപ്പൊ പ്രിന്റ് ഡീറ്റെയിൽസിന്റെ സെൽഫ് ആയിട്ട് രാഹുലാണ് പോകുന്നത്. ക്ലിയർ? അപ്പോ ഇതെന്തായി? പ്രിന്റ് സ്റ്റുഡന്റ് നെയിം ഈസ് സെൽഫ് ഡോട്ട് നെയിം അല്ല, രാഹുൽ ഡോട്ട് നെയിം. അപ്പൊ രാഹുൽ ഡോട്ട് നെയിം എന്ത്? രാഹുൽ എ. പിന്നെ സ്റ്റുഡന്റ് ഏജ് ഈസ് രാഹുൽ ഡോട്ട് ഏജ്. രാഹുലിന്റെ ഏജ് എത്ര? 19. പിന്നെ സ്റ്റുഡന്റ് പ്ലസ് ടു മാർക്സ് ഈസ് രാഹുൽ ഡോട്ട് പ്ലസ് ടു. രാഹുലിന്റെ പ്ലസ് ടു മാർക്ക് എത്ര? 1100. അപ്പോ അതാണ് ഇവിടെ പ്രിന്റ് ആണ്. ക്ലിയർ? ഇതിത്ര. സ്റ്റുഡന്റ് നെയിം ഈസ് രാഹുൽ എ, സ്റ്റുഡന്റ് ഏജ് ഈസ് 19, സ്റ്റുഡന്റ് പ്ലസ് ടു മാർക്സ് ഈസ് 1100. നമ്മളിപ്പോ ഒരു പുതിയ എക്സാമ്പിൾ എടുക്കുമ്പോൾ സി ഈസ് ഈക്വൽ ടു admission form C or ABC 16 10 ഓക്കെ. അപ്പോൾ പുതിയ സ്റ്റുഡന്റ് ആണ് സി. അപ്പോൾ സിന്റെ പ്രിന്റ് ഡീറ്റെയിൽസ് ആക്കുമ്പോൾ എന്താവും? സി ഡോട്ട് പ്രിന്റ് ഡീറ്റെയിൽസ്. സി ഡോട്ട് പ്രിന്റ് ഡീറ്റെയിൽസ് ആക്കുമ്പോൾ സിന്റെ ഡീറ്റെയിൽസ് ആണ് പ്രിന്റ് ആയത്. വൈ? ബിക്കോസ് ഈട സെൽഫ് ഈക്വൽ ടു സി ആയി. അപ്പോൾ സ്റ്റുഡന്റ് നെയിം ഈസ് സി ഡോട്ട് നെയിം. സിന്റെ നെയിം ആണ് ABC. സ്റ്റുഡന്റ് നെയിം ഈസ് ABC. പിന്നെ എന്തായി? സ്റ്റുഡന്റ് ഏജ് ഈസ് സി ഡോട്ട് ഏജ്. സ്റ്റുഡന്റ് ഏജ് ഈസ് 18. സ്റ്റുഡന്റ് പ്ലസ് ടു മാർക്സ് ഈസ് 800. പിന്നെ ലെറ്റ് us assume this application form is digital. നിങ്ങൾ ഇപ്പോൾ ഒരു LBSന്റെ സൈറ്റിൽ പോയിട്ട് ഈ ഫോം ഫില്ലാക്കി എന്ന് വിചാരിക്കും. അപ്പൊ എന്തായി? നിങ്ങൾ അവിടെ ഇങ്ങനെ നിങ്ങളുടെ നെയിം എൻ്റർ ആക്കി, ക്ലാസ് എൻ്റർ ആക്കി, ഇത് ഫുൾ ഡീറ്റെയിൽസ് എൻ്റർ ആക്കി, പിന്നെ അവിടെ നിങ്ങളുടെ പ്ലസ് ടു മാർക്സ് എൻ്റർ ആക്കി. പിന്നെ അവിടെ കാൽക്കുലേറ്റ് CGP എന്ന ബട്ടൺ ഉണ്ടാവും. സോറി, കാൽക്കുലേറ്റ് പെർസെൻറ്റേജ് എന്ന ബട്ടൺ ഉണ്ടാവും. ആ ബട്ടൺ ക്ലിക്ക് ആക്കുമ്പോൾ എന്തായി? നിങ്ങളുടെ പ്ലസ് ടുവിന്റെ പെർസെൻറ്റേജ് അത് റിട്ടേൺ ആക്കി. അപ്പൊ അതിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് ഇത്. ക്ലിയർ? അപ്പോ കാൽക്കുലേറ്റ് പെർസെൻറ്റേജ് എന്നാക്കുമ്പോൾ ഇതിന്റെ ഫോർമുല ഞാൻ പറയാം. ഇപ്പോ നിങ്ങൾക്കിപ്പോ 40-ല് 35 മാർക്കാണ് കിട്ടിയത്. ക്ലിയർ? അപ്പോ ഇതിന്റെ പെർസെൻറ്റേജ് അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? അപ്പൊ 100-ൽ എത്ര എന്നത്? 100-ൽ എത്ര? അപ്പൊ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ലൈക്ക് 100 into 35 divided by 40. ഓക്കെ. സോ ഇവിടെ നമ്മൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുമ്പോൾ 100 into ഈ 35 എന്ത്? 35 എന്ന് പറയുമ്പോൾ the mark you have scored. So what is the mark you have scored? Self dot plus 2. സെൽഫ് എന്തിനാ ഇവിടെ യൂസ് ആക്കുന്നത്? ഇപ്പോൾ ഇവിടെ സെൽഫ് എന്ന് പറയുമ്പോൾ ഏത് ഒബ്ജക്റ്റ് ആണ് ഈ ഫംഗ്ഷൻ കോൾ ആക്കിയത്, ആ ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ആ സ്റ്റുഡന്റിന്റെ പ്ലസ് ടു മാർക്ക്, അതിനാണ് ഈ സെൽഫ് ഡോട്ട് പ്ലസ് ടു. ക്ലിയർ അല്ലേ? So 100 into self dot plus 2 divided by 1200. 1200 ആണ് like we're assuming plus 2 mark is out of 1200 and your percentage will be 100 into your plus 2 marks divided by 1200. അപ്പോൾ അതാണ് ഇവിടെ റിട്ടേൺ ആക്കുന്നത്. ക്ലിയർ? അപ്പോൾ രാഹുലിന് ഔട്ട് ഓഫ് 1200 1100 ആണ്. ഓക്കെ. അപ്പോ രാഹുലിന്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ആക്കുമ്പോൾ നമുക്ക് എന്തായി? 91.66%. ഓക്കെ. അതിപ്പോ 1200. അപ്പോൾ 1200 ഔട്ട് ഓഫ് 1200 ആയാൽ 100% ആണ്. അക്കോർഡിംഗ്ലി ഇത് ചേഞ്ച് ആവും. ക്ലിയർ? വൈ? ബിക്കോസ് ഈ സെൽഫ് ഡോട്ട് പ്ലസ് ടു എന്ന് പറയുമ്പോൾ ഈ രാഹുലിന്റെ പ്ലസ് ടു മാർക്ക്. ഇപ്പൊ രമേശ് ഡോട്ട് കാൽക്കുലേറ്റ് പെർസെൻറ്റേജ് ആക്കുമ്പോൾ എന്തായി? ഇവിടെ സെൽഫ് ഈക്വൽ ടു രമേശ് ആയി. ഞാൻ കാണിക്കാം. രമേശ് ഡോട്ട് കാൽക്കുലേറ്റ് പെർസെൻറ്റേജ്. രമേശിന്റെ പെർസെൻറ്റേജ് ആണ് 33.33. വൈ? ബിക്കോസ് രമേശ് ഡോട്ട് കാൽക്കുലേറ്റ് പെർസെൻറ്റേജ് ആക്കുമ്പോൾ ഈ കാൽക്കുലേറ്റ് പെർസെൻറ്റേജിൽ സെൽഫിൽ എന്ത് വന്നു? സെൽഫിൽ രമേശ് വന്നു. പിന്നെ 100 into രമേശിന്റെ പ്ലസ് ടു മാർക്ക്. രമേശിന്റെ പ്ലസ് ടു മാർക്കാണ് 400 ഔട്ട് ഓഫ് 1200. അപ്പോൾ 100 into 400 ഡിവൈഡഡ് ബൈ 1200 ആക്കുമ്പോൾ 33.33% ആണ്. സോ ഇതാണ് റിയൽ വേൾഡ് സിനാരിയോ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ക്ലാസ് പിന്നെ ഒബ്ജക്ട് ക്രിയേറ്റ് ആക്കാം. പിന്നെ സോ ഇത് നമ്മൾ നോക്കിയാലില്ലേ, ആ നിങ്ങളിപ്പോ LBSന്റെ സൈറ്റിൽ പോയിട്ട് പ്ലസ് ടു മാർക്ക് ആഡ് ആക്കി, പിന്നെ ആ ബട്ടൺ ക്ലിക്ക് ആക്കുമ്പോൾ ഈ ഫംഗ്ഷൻ കോൾ ആവുന്ന പോലെ ആക്കിയാൽ മതി. ഓക്കെ. ബട്ടൺ ക്ലിക്ക് ആക്കുമ്പോൾ ഈ ഫംഗ്ഷൻ പ്രൊവോക്ക് ആയി.
അതാകുമ്പോ എന്തായി പെർസെന്റേജ് കാൽക്കുലേറ്റ് ആക്കി. പിന്നെ ആ പെർസെന്റേജ് അവിടെ ഡിസ്പ്ലേ ആക്കിയാൽ മതി. അപ്പൊ സോ ഇങ്ങനെ കുറെ ആപ്ലിക്കേഷൻ ഉണ്ട് ഈ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിന്. ഇത് ക്ലിയർ ആണോ? ഈ ഒരു എക്സാമ്പിളും പിന്നെ കോഡിംഗ് മെത്തഡും ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. സോ സോ നെക്സ്റ്റ് ആണ് ഈ ലിങ്ക് ലിസ്റ്റ്. സോ ലിങ്ക് ലിസ്റ്റ് കോഡ് ആക്കണമെങ്കിലില്ലേ കുറച്ച് കോൺസെപ്റ്റ് ആക്കണം. ലൈക്ക് ഞാൻ തിയറിയിൽ പറഞ്ഞു, ബട്ട് ജസ്റ്റ് ഒരു ബ്രഷ് അപ്പ് ആക്കാം. സോ ഇതാണ് നമ്മുടെ ലിങ്ക് ലിസ്റ്റ്. It is a linked list consisting of two nodes. Okay, and the first node is termed as the head. First node of a linked list is termed as head. Pin. Each node of a linked list consists of two parts: data part as well as the pointer part or the next link part. For data, let's assume 5. Pin. Uh, 6. Pin. This last node ആണ്. Last node ആവുമ്പോ അതിന്റെ link part or the next node part will be none. None. Clear? Okay. ഇത് ക്ലിയർ അല്ലേ? ഓക്കെ. സോ ഇതാണ് നമ്മുടെ ലിങ്ക് ലിസ്റ്റ്. ഓക്കെ. അപ്പോ ലിങ്ക് ലിസ്റ്റിന് എന്താവും, ഇൻഡിവിജ്വൽ ആയിട്ട് നോഡ് ഉണ്ടാവും അല്ലേ? അപ്പോ ഈ നോഡിനെ റെപ്രസെന്റ് ആക്കാൻ വേണ്ടിയാണ് ഒരു ക്ലാസ് ഡിഫൈൻ ആക്കി, ക്ലാസ് നോഡ്. ഓക്കെ. അപ്പൊ അതിന്റെ കൺസ്ട്രക്ടർ ആണ് ഇത്. അപ്പൊ സെൽഫ് കൊമ ഡാറ്റ. അപ്പൊ ഏത് നോഡ് എടുത്താലും അതിലൊരു ഡാറ്റ പാർട്ട് ഉണ്ടാവല്ലേ. അപ്പൊ ഡാറ്റ സ്റ്റോർ ആക്കാൻ വേണ്ടിയാണ് ഈ ഡാറ്റ എടുക്കുന്നത്. ഓക്കെ. പിന്നെ ഈ സെൽഫ് യൂസ് ആക്കുന്നത്, ഇറ്റ് ഈസ് യൂസ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ വിച്ച് നോഡ് വി ആർ ട്രൈങ് ടു ആക്സസ്. ഈ നോഡാണോ ഈ നോഡാണോ? ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ സെൽഫ് യൂസ് ആക്കുന്നത്. അപ്പോൾ സെൽഫ് ഡോട്ട് ഡാറ്റ എന്ന് പറയുമ്പോൾ, ഈ ഡാറ്റ എന്ന് പറയുമ്പോൾ ലിങ്ക് ലിസ്റ്റിന്റെ അല്ലെങ്കിൽ നോഡ് ക്ലാസിന്റെ ഒരു ആട്രിബ്യൂട്ട് ആണ്. അപ്പൊ നോഡ് ക്ലാസ്സിലെ രണ്ട് ആട്രിബ്യൂട്ട് ആണ് ഉള്ളത്, ഡാറ്റ പിന്നെ നെക്സ്റ്റ് ഓർ ലിങ്ക്. ഓക്കെ. അപ്പൊ ഈ ഈ കറസ്പോണ്ടിങ് നോഡിന്റെ ഡാറ്റ പാർട്ടാണ്, ഡാറ്റ ഈസ് ഈക്വൽ ടു ഡാറ്റ സ്മോൾ ഡാറ്റ. ഇതിന്റെ ഡാറ്റ ഇതാണ് നമ്മൾ ആർഗ്യുമെന്റ് ആയിട്ട് സെൻഡ് ആക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ലൈക്ക് n1 n1 is equal to node of 6, node of 6. ഇതാക്കുമ്പോ എന്തായി? സോ n1 ഒരു നോഡിന്റെ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഈ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് n1. അപ്പോ ഇതിങ്ങനെ കോൾ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൺസ്ട്രക്ടർ പ്രൊവോക്ക് ആവും. കൺസ്ട്രക്ടർ പ്രൊവോക്ക് ആവുമ്പോൾ ഈ സെൽഫിന്റെ പ്ലേസിൽ n1 വന്നു, പിന്നെ ഡാറ്റന്റെ പ്ലേസിൽ 6 വന്നു. അപ്പൊ n1 ഡോട്ട് ഡാറ്റ ഈസ് ഈക്വൽ ടു 6, n1 ഡോട്ട് നെക്സ്റ്റ് ഈക്വൽ ടു നൺ. അപ്പൊ ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു നോഡാണ് ക്രിയേറ്റ് ആയത്. 6 ആൻഡ് ദിസ് ഈസ് നൺ. ഇത് ക്ലിയർ അല്ലേ? ഇതാണ് ഇതിന്റെ കോൺസെപ്റ്റ്. പിന്നെ അപ്പോൾ ഇങ്ങനെ ഇൻഡിവിജ്വൽ നോട്ട്സ് ക്രിയേറ്റ് ആക്കണമെങ്കിൽ നമുക്ക് ഈ ക്ലാസ് കോൾ ചെയ്യാൻ മതി. പിന്നെ ഈ ലിങ്ക് ലിസ്റ്റ് ക്ലാസ്, ഈ ലിങ്ക് ലിസ്റ്റ് ക്ലാസ് ആണ് ഇങ്ങനത്തെ ഒരു ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ആക്കാൻ. സോ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഏത് ലിങ്ക് ലിസ്റ്റ് എടുത്താലും ഇല്ല, അതിനൊരു ഹെഡ് ഉണ്ടാവും. അപ്പോൾ ഇനീഷ്യൽ ഒരു എം ടി ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഹെഡ് ഈക്വൽ ടു നൺ ഉണ്ടാവും. ദാറ്റ് മീൻസ് ദർ ഇസ് നോ ഹെഡ്, ബട്ട് ഇറ്റ് ഈസ് എ ലിങ്ക് ലിസ്റ്റ് വിച്ച് ഹാസ് നോ ഹെഡ്. ദാറ്റ് മീൻസ് വി കാൻ സീ ദാറ്റ് ലിങ്ക് ലിസ്റ്റ്, റൈറ്റ്? സോ അതാണ് ഫസ്റ്റ് നമ്മൾ ഇനീഷ്യലൈസ് ആക്കുന്നത്. അപ്പോൾ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ L1 is equal to ലിങ്ക് ലിസ്റ്റ്. അങ്ങനെ ഒരു ഒബ്ജക്ട് ക്രിയേറ്റ് ആക്കുമ്പോൾ ആടെ ഒരു എലമെന്റും ഉണ്ടാവില്ല. ഓക്കെ. അവിടെ ഹെഡ് ഈക്വൽ ടു നന്നുണ്ടാവും. പിന്നെ നമുക്കിപ്പോ ആടെ ഒരു എലമെന്റ് ആഡ് ആക്കണമെങ്കിൽ, ഓക്കെ, അതെന്താക്കുന്ന കാണിക്കുക. ഓക്കെ. സോ ഇനീഷ്യലി ഹെഡ് ഈക്വൽ ടു നന്നാണ്. പിന്നെ സോ ഇഫ് യു വാണ്ട് ടു ആഡ് ആൻ എലമെന്റ്, അപ്പൊ സെൽഫ് എന്തിന് ഏത് ലിങ്ക് ലിസ്റ്റിലാണ് നമുക്ക് നോഡ് ക്രിയേറ്റ് ആക്കേണ്ടത് ഇല്ലെങ്കിൽ ആഡ് ആക്കേണ്ടത്, അത് റെപ്രസെന്റ് ആക്കാൻ ആണ് നമ്മൾ ഈ സെൽഫ് ടാഗ് യൂസ് ആക്കുന്നത് ഇല്ലെങ്കിൽ സെൽഫ് യൂസ് ആക്കുന്നത്. പിന്നെ നെക്സ്റ്റ് പാർട്ട് ഡാറ്റ. അപ്പോ ഇപ്പൊ നമ്മൾ എന്താക്കി, ന്യൂ നോഡ് ഇസ് ഈക്വൽ ടു നോഡ് ഓഫ് ഡാറ്റ. നോഡ് ഓഫ് ഡാറ്റ ആകുമ്പോൾ ഈ നോഡ് ക്ലാസ് പ്രൊവോക്ക് ആയി. അപ്പോൾ 6 എലമെന്റ് നോഡ് ക്രിയേറ്റ് ആയി ലൈക്ക് ദിസ്.
ഇറ്റ് ഈസ് ഈക്വൽ ടു നൺ. ക്ലിയർ? യാ. സോ ഈ നോഡ് ക്രിയേറ്റ് ആയി. ഓക്കെ. ഇതിന്റെ പേരാണ് ന്യൂ നോഡ്. ക്ലിയർ? ഇത് ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഒരു ഇഫ് കണ്ടീഷൻ ആണ്. എന്ത് കണ്ടീഷൻ? ഇഫ് സെൽഫ് ഡോട്ട് ഹെഡ് ഈക്വൽ ടു നൺ. സോ ഈടെ ഒരു ലിങ്ക് ലിസ്റ്റ് ഉണ്ട്. ഓക്കെ. ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ആടെ ഇപ്പോൾ ഒരു എലമെന്റും ഇല്ലല്ലേ. അപ്പോൾ ഹെഡ് ഈക്വൽ ടു നൺ ആണ്. അപ്പൊ സെൽഫ് ഡോട്ട് ഹെഡ് ഇവിടെ L1 അല്ലേ നമ്മൾ ക്രിയേറ്റ് ആക്കിയ. അപ്പൊ ഇത് ചെക്ക് ആക്കൂ. ഇഫ് L1 ഡോട്ട് ഹെഡ് ഈക്വൽ ടു നൺ കാണിക്കാം. L1 ഡോട്ട് ആഡ് എലമെന്റ് 5 ആവുമ്പോൾ ഇവിടെ എന്തായി? ഇഫ് സെൽഫ് ഡോട്ട് ഹെഡ് L1 ഡോട്ട് ഹെഡ് ആയി. ഇപ്പൊ L1 ഡോട്ട് ഹെഡ് ഈക്വൽ ടു നൺ ആണോ? യെസ്, ഇറ്റ് ഈസ് നൺ. ദാറ്റ് മീൻസ് ദർ ഈസ് നോ ഹെഡ്. ദെൻ സെൽഫ് ഡോട്ട് ഹെഡ് ഈക്വൽ ടു ന്യൂ നോഡ്. അപ്പൊ ഇതാണ് ന്യൂ നോഡ്. അപ്പൊ L1ന്റെ ഹെഡ് ഇതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ ഹെഡ്. അപ്പൊ വി ആർ ഗിവിംഗ് ദിസ് നോഡ് എ ന്യൂ നെയിം, ദാറ്റ് ഈസ് ഹെഡ്. ഓക്കെ. അപ്പോ ഈ ന്യൂ നോഡ് ആണ് ഇപ്പോഴത്തെ പുതിയ ഹെഡ്. ഇത് ക്ലിയർ ആയല്ലേ? ഓക്കെ. അപ്പോ there present a linked list where only one element is present, and the head is this one, the first node itself. അപ്പോ എന്തായി? ഈ എലമെന്റ് ആഡ് ആയി ലിങ്ക് ലിസ്റ്റിൽ. പിന്നെ നെക്സ്റ്റ് ആണ് L1 ഡോട്ട് ആഡ് എലമെന്റ് 8. ഇപ്പോ ഈ 8 എലമെന്റ് ആഡ് ആവുമ്പോൾ എന്താവും ഞാൻ കാണിക്കാം. ഫസ്റ്റ് ന്യൂ നോഡ് ക്രിയേറ്റ് ആക്കൂ. ഓക്കെ. ഈ നോഡ് ക്രിയേറ്റ് ആയി. പിന്നെ നമുക്ക് എന്താക്കണം? ഇതിൽ ആഡ് ആക്കണം. ഇതെങ്ങനെ ആഡ് ആക്കുന്നത്? അപ്പൊ അതാണ് ഈ കണ്ടീഷൻ ചെക്ക് ആക്കും. ഇഫ് സെൽഫ് ഡോട്ട് ഹെഡ് ഈക്വൽ ടു നൺ എന്ന് പറയുമ്പോൾ L1 ഇതാണ് ലിങ്ക് ലിസ്റ്റ്. ഇതാണ് നമ്മുടെ L1 ലിങ്ക് ലിസ്റ്റ്. അപ്പൊ L1ന്റെ ഹെഡ് ഈക്വൽ ടു നൺ ആണോ? അല്ല. ഇതിന്റെ ഹെഡ് ദർ ഈസ് എ നോഡ്, റൈറ്റ്? സോ ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു നൺ ഓർ നൾ. സോ ഇത് എൽസ് കണ്ടീഷനിലോട്ട് വന്നു. എൽസ് നമ്മൾ എന്താക്കി? ഈ ടെംപ് ഇസ് ഈക്വൽ ടു സെൽഫ് ഡോട്ട് ഹെഡ്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് നോഡ് ഉണ്ടല്ലേ, അതിന് നമ്മൾ എന്താക്കി? ടെംപ് എന്ന് പേര് കൊടുത്തു. TEMP. ക്ലിയർ? പിന്നെ ഒരു വൈൽ ലൂപ്പ് ഉണ്ട്. വൈൽ ടെംപ് ഡോട്ട് നെക്സ്റ്റ് ഈസ് നോട്ട് ഈക്വൽ ടു നൺ. സോ ഈ ടെംപിന്റെ നെക്സ്റ്റ് പറയുമ്പോൾ ഇതാണ്. അപ്പൊ ടെംപിന്റെ നെക്സ്റ്റ് നല്ലാണോ? യെസ്. വൈൽ ടെംപ് ഈസ് നോട്ട് നൺ അല്ലെങ്കിൽ നമുക്ക് ഇത് എക്സിക്യൂട്ട് ആവണം. സിൻസ് ഇറ്റ് ഈസ് നൽ ഓർ ദർ ഈസ് നത്തിങ്, ഓക്കെ, ദെൻ ടെംപ് ഡോട്ട് നെക്സ്റ്റ് ഈക്വൽ ടു ന്യൂ നോഡ്. അപ്പൊ ന്യൂ നോഡ് ഇതാണ്. അപ്പൊ ടെംപ് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് ടെംപ്. അപ്പൊ ടെംപിന്റെ നെക്സ്റ്റ് ആണ് ഇത്. ക്ലിയർ? ഇപ്പോ ഇതാണ് നമ്മുടെ ടെംപ്. അപ്പൊ ടെംപിന്റെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ന്യൂ നോഡ് ആണ്. അപ്പോ എ ലിങ്ക് ലിസ്റ്റ് കണ്ടെയ്ൻ 2 എലമെന്റ്സ്, 6 ആൻഡ് 8. ക്ലിയർ? 6 ആൻഡ് 8. സോറി 5. സോറി, ഇത് 5 എന്നാക്കാം. സോ 5 ആൻഡ് 8. പിന്നെ 15 ആഡ് ആക്കണമെങ്കിൽ എന്താക്കണം? ഫസ്റ്റ് 15 ഉള്ള ഒരു നോഡ് ക്രിയേറ്റ് ആക്കണം. ഓക്കെ. 15 നോഡ് ക്രിയേറ്റ് ആക്കി. ഇതാണ് നമ്മുടെ പുതിയ ന്യൂ നോഡ്. ഓക്കെ. പിന്നെ എന്താക്കി? പിന്നെ കണ്ടീഷൻ ചെക്ക് ആക്കി. ഇഫ് സെൽഫ് ഡോട്ട് ഹെഡ് ഈക്വൽ ടു നൺ, നോ, ഫാൾസ്. അപ്പോൾ എൽസിലോട്ട് വന്നു. ടെംപ് ഇസ് ഈക്വൽ ടു സെൽഫ് ഡോട്ട് ഹെഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെംപ്. ക്ലിയർ? പിന്നെ വൈൽ ടെംപ് ഡോട്ട് നെക്സ്റ്റ് ഈസ് നോട്ട് ഈക്വൽ ടു നൺ. ടെംപിന്റെ നെക്സ്റ്റ് നന്നാണോ? അല്ല. ടെംപിന്റെ നെക്സ്റ്റ് ഈ നോഡ് ഉണ്ട്, 8 ഉള്ള ഒരു നോഡ് ഉണ്ടല്ലേ. അപ്പോൾ ടെംപ് ഡോട്ട് നെക്സ്റ്റ് ഈസ് നോട്ട് ഈക്വൽ ടു നൺ. അപ്പൊ എന്തായി? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആയി. ടെംപ് ഈക്വൽ ടു ടെംപ് ഡോട്ട് നെക്സ്റ്റ്. അപ്പോൾ ഇതാണ് ടെംപ്. അപ്പോൾ പുതിയ ടെംപ് എന്ന് പറയുമ്പോൾ ഈ ടെംപിന്റെ നെക്സ്റ്റ് ആണ്. അപ്പോൾ ടെംപിന്റെ നെക്സ്റ്റ് ആണ് ഈ നോഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ടെംപ്. ക്ലിയർ? അപ്പോൾ ഇത് നമ്മുടെ ടെംപായി. നെക്സ്റ്റ് അഗെയിൻ ഈ വൈൽ ലൂപ്പിന്റെ കണ്ടീഷൻ ചെക്ക് ആക്കും. ടെംപ് ഡോട്ട് നെക്സ്റ്റ് ഈസ് നോട്ട് ഈക്വൽ ടു നൺ. ബട്ട് ടെംപിന്റെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നന്നാണ്. അപ്പൊ അവിടെ ഒരു പുതിയ നോഡ് ഇല്ല, കണക്ട് ആയില്ല. അപ്പൊ എന്തായി? നമ്മൾ എന്താക്കും? ഈ വൈൽ ലൂപ്പ് എക്സിറ്റ് ആവും. വൈൽ ലൂപ്പ് എക്സിറ്റ് ആവുമ്പോൾ പിന്നെ ടെംപ് ഡോട്ട് നെക്സ്റ്റ് ഈക്വൽ ടു ന്യൂ നോഡ് എന്ന് പറയുമ്പോൾ, സോ ഇതാണ് ടെംപ്. സോ ടെംപിന്റെ നെക്സ്റ്റ് ആണ് ന്യൂ നോഡ്. ഇതാണ് നമ്മുടെ ന്യൂ നോഡ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ലിങ്ക് ലിസ്റ്റ് ആണ് ക്രിയേറ്റ് ആയത്. ഇത് ക്ലിയർ ആയല്ലേ? ഇത് ഇത്ര ഓപ്പറേഷൻ ആണ് അതിന്റെ എക്സ്പ്ലെയിൻ ആക്കിയത്.
പിന്നെ നെക്സ്റ്റ് ആണ് L1.displayElement. ഡിസ്പ്ലേ എലമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ഡിസ്പ്ലേ ആക്കണം. ഡിസ്പ്ലേ ആക്കണ എങ്ങനെ? അപ്പൊ ഫസ്റ്റ് 6 ആണ് പ്രിന്റ് ആണ്, പിന്നെ 8, പിന്നെ 15. സോ ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ആഡ് ആക്കിയ എലമെന്റ് ആണ് 5, പിന്നെ 8 ആഡ് ആക്കി, പിന്നെ 15 ആഡ് ആക്കി. അപ്പോൾ L1.displayElement ആക്കുമ്പോൾ 5, 8, 15 ആണ് പ്രിന്റ് ആണ്. ഓക്കെ, സോ ഡിസ്പ്ലേ ആക്കുന്ന ഫംഗ്ഷൻ ആണ് ഇവിടെ എഴുതിയത്. അപ്പോൾ L1.displayElements എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേ എലമെന്റ് സെൽഫിൽ L1 വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെക്ക് ആക്കും? ഇഫ് L1.head equal to none. അപ്പോൾ L1 in the head none ആണോ ചെക്ക് ആക്കും. head equal to none ആയാൽ that is a linked list, that is empty, that means there is no nodes. So ഈ കണ്ടീഷൻ അല്ല. അപ്പോൾ എന്തായി? എൽസിൽ വന്നു. എൽസിൽ വരുമ്പോൾ എന്താക്കി? temp equal to self head എന്ന് പറയുമ്പോൾ ഇതാണ് L1 ലിങ്ക് ലിസ്റ്റിന്റെ ഹെഡ്. അപ്പോൾ ഇതിന് നമ്മൾ എന്താക്കി? ടെമ്പററി ഒരു പേര് കൊടുത്തു, ടെംപ്. ഈ നോഡിന്റെ ഇപ്പൊ പേരാണ് ടെംപ്. പിന്നെ എന്താക്കി? ഈ കണ്ടീഷൻ ചെക്ക് ആക്കി. ടെംപ് ഈസ് നോട്ട് ഈക്വൽ ടു നൺ. ഈ ടെംപ് ഒരു എം ടി അല്ലല്ലേ, അതൊരു നോഡ് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായി? സോ പ്രിന്റ് ടെംപ് ഡോട്ട് ഡാറ്റ. അപ്പോൾ ഈ ടെംപിന്റെ ഈ ഡാറ്റ പ്രിന്റ് ആയി. അപ്പൊ 5 പ്രിന്റ് ആയി. സോ 5 പ്രിന്റ് ആയി. ഓക്കെ, നെക്സ്റ്റ് ടെംപ് ഈക്വൽ ടു ടെംപ് ഡോട്ട് നെക്സ്റ്റ്. അപ്പോൾ ടെംപിന്റെ നെക്സ്റ്റ് ആണ് ഇത്. ഓക്കെ, ടെംപിന്റെ നെക്സ്റ്റ് ആണ് ഇത്. സോ ഇപ്പോ ഇതാണ് നമ്മുടെ പുതിയ ടെംപ്. സോ ന്യൂ ടെംപ് ഈസ് ഈക്വൽ ടു ദിസ് നോഡ്. Again while loop check ആക്കി. if temp is not equal to none, temp is not equal to none, so print temp dot data. അപ്പോൾ 8 പ്രിന്റ് ആയി. ക്ലിയർ? നെക്സ്റ്റ് എന്താക്കി? temp equal to temp dot next എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ടെംപ്, ഇതാണ് നമ്മുടെ ടെംപ്. അപ്പൊ ടെംപിന്റെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇതാണ്, ഈ നോഡാണ്. ഓക്കെ, അപ്പോ ഈ നോഡ് ഈക്വൽ ടു നൺ ആണോ? അല്ല. there is a node present, right? So print that node data. So 15 ആണ് പ്രിന്റ് ആണ്. ക്ലിയർ? പിന്നെ ടെംപ് ഈക്വൽ ടു ടെംപ് ഡോട്ട് നെക്സ്റ്റ്. അപ്പൊ നെക്സ്റ്റ് ആണ് ഇത്. അപ്പോ ഇതാണ് ഇപ്പോഴത്തെ ടെംപ്. സോറി, സോ ഇതാണ് ഇപ്പോഴത്തെ ടെംപ്. സോറി, ഇതെന്താ? ലൈക്ക് ഇതാണ് ഇപ്പോൾ നമ്മുടെ ടെംപ്. ടെംപ് ഈസ് ഈക്വൽ ടു നൺ. ഓക്കെ, ടെംപ് ഈക്വൽ ടു നൺ ആവുമ്പോൾ എന്തായി? ഈ വൈൽ ലൂപ്പ് എക്സിറ്റ് ആയി. അപ്പൊ ഒന്നും പ്രിന്റ് ആവില്ല. അപ്പൊ ടോട്ടൽ ഏതെല്ലാം പ്രിന്റ് ആയി? വാല്യൂസ് 5 പ്രിന്റ് ആയി, 8 പ്രിന്റ് ആയി, 15 പ്രിന്റ് ആയി. ഇത് ക്ലിയർ അല്ലേ? ഈ ലിങ്ക് ലിസ്റ്റ് പ്രോഗ്രാമിംഗിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം. Yeah, 5, 8, 15. Yeah, 5, 8, 15. ക്ലിയർ അല്ലേ? ഒരു എക്സാമ്പിൾ. സോ ഇപ്പൊ ഇവിടെ L1 ഡോട്ട് ആഡ് എലമെന്റ് ഇപ്പൊ ഒരു പുതിയ ഇത് ക്രിയേറ്റ് ആക്കാം. ഒരു മിനിറ്റ്. ഒരു പുതിയ ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ആക്കാം. L2 is equal to link list L1 dot add element 8, L1 dot add element 10, L1 dot sorry L2 sorry L2 dot add element, L2 dot add element, L2 dot display elements. സോ ഇത് റൺ ആക്കുമ്പോൾ എന്താണ് ഔട്ട്പുട്ട്? ആർക്കെങ്കിലും പറയാവോ? സോ L2 ഒരു ലിങ്ക് ലിസ്റ്റ് ആണ്. അപ്പോൾ L2 ഫസ്റ്റ് ആഡ് എലമെന്റ് 8 ആഡ് ആക്കി, പിന്നെ 10 ആഡ് ആക്കി. അപ്പോൾ L2 ഡോട്ട് ഡിസ്പ്ലേ എലമെന്റ് ആക്കുമ്പോൾ എന്താണ് ഔട്ട്പുട്ട്?
സോ L2 ഒരു ലിങ്ക് ലിസ്റ്റ് ആണ്. അപ്പോൾ L2 ഡോട്ട് ആഡ് എലമെന്റ് 8, പിന്നെ L2 ഡോട്ട് ആഡ് എലമെന്റ് 10, പിന്നെ L2 ഡോട്ട് ഡിസ്പ്ലേ എലമെന്റ്സ് ആ ഫംഗ്ഷൻ കോൾ ആക്കുമ്പോൾ എന്താണ് പ്രിന്റ് ആണ്? യാ 8 സ്പേസ് 10. സോ അതാണ് ലിങ്ക് ലിസ്റ്റ്. പിന്നെ ഇപ്പൊ ടൈമില്ല സ്റ്റാക്കിന്റെ എക്സ്പ്ലെയിൻ ആക്കാൻ, ബട്ട് സെയിം പ്രൊസീജിയർ ആണ്. ഓക്കെ, നിങ്ങൾ തന്നെ കുറച്ച് ഡീബഗ് ആക്കാൻ നോക്ക്. ലൈക്ക് ഞാൻ പറഞ്ഞു കൊടുത്തല്ലേ, അപ്പൊ ജസ്റ്റ് ഇത് ഈ ക്ലാസും പിന്നെ ഒബ്ജക്റ്റും രണ്ടും നോക്കിയിട്ട് കമ്പൈൻ ആക്കാൻ നോക്ക്. ലൈക്ക് S1 ഈക്വൽ ടു സ്റ്റാക്ക്. സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ് ആണ്, പിന്നെ S എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പോ സ്റ്റാക്കിന്റെ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ സ്റ്റാക്കിന് കോൾ ആക്കുമ്പോൾ ഫസ്റ്റ് ഈ ഫംഗ്ഷൻ ആണ് പ്രൊവോക്ക് ആണ്, ലൈക്ക് കൺസ്ട്രക്ട് ഇനിറ്റ് ഫംഗ്ഷൻ. അപ്പൊ അവിടെ സെൽഫ് ഉണ്ടാവും. ആ സെൽഫ് ഈസ് റീപ്ലേസ്ഡ് ബൈ S1. ഓക്കെ, അപ്പൊ എന്തായി നെക്സ്റ്റ്? സെൽഫ് ഡോട്ട് സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ S1 ഡോട്ട് സ്റ്റാക്ക് ഈക്വൽ ടു എം ടി ലിസ്റ്റ്. പിന്നെ അതാണ്. പിന്നെ S1 ഡോട്ട് പുഷ് ആക്കുമ്പോൾ പുഷ് ഓഫ് 1. അപ്പോൾ പുഷ് ഒരു ഓപ്പറേഷൻ ആണ്. സോ പുഷ് ഈസ് എ ഓപ്പറേഷൻ യൂസ് ടു ഇൻസേർട്ട് ആൻ എലമെന്റ് ഇൻ ടു സ്റ്റാക്ക്. സോ ഇത് നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. ഇതിൽ എറേ പിന്നെ കുറച്ച് ക്ലാസിന്റെ കോൺസെപ്റ്റ് ആണ് യൂസ് ആക്കിയത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എറേ കോൺസെപ്റ്റ് ക്ലിയർ ഉണ്ടെങ്കിൽ, പിന്നെ ക്ലാസിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ഉണ്ടെങ്കിൽ ഇത് ഈസിലി മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പൊ പുഷ് എന്ന് പറയുമ്പോൾ ഇൻസേർഷൻ. ഇപ്പൊ ഇതിന്റെ ഒരു ഇതാ കാണിക്കുക, ലൈക്ക് കോഡ് അല്ല, ജസ്റ്റ് ഒരു തിയറി പാർട്ട് കാണിക്കുക. സോ സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഓർമ്മ വെച്ചാൽ മതി. ഓക്കെ, ഇതാണ് സ്റ്റാക്ക്. ക്ലിയർ? ഓക്കെ, അപ്പോ നമ്മൾ സ്റ്റാക്കിൽ S1 ഡോട്ട് ഇതാണ് S1. അപ്പൊ S1 ഡോട്ട് പുഷ് 1 എന്ന് പറയുമ്പോൾ എന്തായി? S1 ഡോട്ട് പുഷ് എന്ന് പറയുമ്പോൾ ഒരു എലമെന്റ് 1 പുഷ് ആക്കി. അപ്പോ ഇതാണ് സ്റ്റാക്കിൽ ഇങ്ങനെ നമ്മൾ എലമെന്റ് ആഡ് ആയി. പിന്നെ S1 ഡോട്ട് പുഷ് 2, അപ്പോ ഇത് ആഡ് ആയി. S1 ഡോട്ട് പുഷ് 3, ഇതിങ്ങനെ ആഡ് ആയി. അപ്പോ S1 ഡോട്ട് ഡിസ്പ്ലേ ആക്കുമ്പോൾ 1 2 3 അതാണ് പ്രിന്റ് ആണ്. ക്ലിയർ? ഇല്ലെങ്കിൽ 3 2 1 അങ്ങനെ. പിന്നെ ടോപ്പ് എലമെന്റ് എന്ന് പറയുമ്പോൾ S1 ഡോട്ട് പീക്ക് ഓപ്പറേഷൻ. പീക്ക് എന്ന് പറയുമ്പോൾ ടോപ്പ് മോസ്റ്റ് എലമെന്റ് ആണ് പ്രിന്റ് ആണ്. അപ്പോൾ ഇതിന്റെ ടോപ്പ് മോസ്റ്റ് എലമെന്റ് ആണ് 3. അപ്പൊ അതാണ് ഇവിടെ പ്രിന്റ് ആയത്. ടോപ്പ് എലമെന്റ് ഈക്വൽ ടു 3. ക്ലിയർ? പിന്നെ പോപ്ഡ് എലമെന്റ് ഈസ് S1 ഡോട്ട് പോപ്പ്. S1 ഡോട്ട് പോപ്പ് ആകുമ്പോൾ എന്തായി? ടോപ്പ് മോസ്റ്റ് എലമെന്റ് ഡിലീറ്റ് ആയി. ക്ലിയർ? ഇത് ഡിലീറ്റ് ആയി. അപ്പോ പോപ്ഡ് ഐറ്റം ഈസ് 3. പിന്നെ ഇപ്പൊ സ്റ്റാക്കിൽ എന്തെല്ലാം ഉണ്ട്? 1 പിന്നെ 2 ഉണ്ട്. അപ്പൊ എഗെയിൻ ഒരു എലമെന്റ് പോപ്പ് ആക്കിയാൽ ഈ 2 ഡിലീറ്റ് ആവും. പിന്നെ എഗെയിൻ ഈ 1 പോപ്പ് ആക്കിയാൽ ഈ 1 ഡിലീറ്റ് ആവും. ഇതാണ് സ്റ്റാക്കിന്റെ ഓപ്ഷൻസ്. ക്ലിയർ അല്ലേ? അപ്പോ ഇതിന്റെ കോഡ് നോക്കിയാൽ മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, പിന്നെ വർക്ക്ഔട്ട് സെക്ഷൻ ആണ്. അപ്പോ കുറച്ച് കോഡാണ് കൊടുത്തത്, ലൈക്ക് പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഇത് പ്രാക്ടീസ് ആക്കുക. ഓക്കെ, ഈ നോട്ട്ബുക്ക് കൊടുക്കുക. ഇത് നിങ്ങൾ ഡൗൺലോഡ് ആക്കുക. പിന്നെ എന്താക്കണോ, ലൈക്ക് ഗൂഗിൾ കൊലാബിൽ പോയിട്ട് അപ്ലോഡ് ആക്കിയാൽ മതി. ഓക്കെ, ബ്രൗസ് ആക്കിയാൽ മതി ഈ ഫയല്. പിന്നെ അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ സെയിം ഇത് ഉണ്ടാവും. പിന്നെ ഇവിടെ ക്ലിക്ക് ആക്കി ഇവിടെ പ്രോഗ്രാം ടൈപ്പ് ആക്കിയാൽ മതി. ലൈക്ക് ഞാൻ ഒരു പ്രോഗ്രാം ആക്കി കാണിക്കാം. ഓക്കെ, ലൈക്ക് റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിന്റ് ദ സം ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സ് ഇൻ ആൻ എറേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം കിട്ടുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താക്കണം? ഏത് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് യൂസ് ആക്കുന്നത് നോക്കണം. അപ്പോൾ ഇതിലാവുമ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റനിൽ തന്നെ കൊടുത്തു നോക്ക്, എറേ. സോ യൂസ് എറേ. ഓക്കെ, എ ഈക്വൽ ടു 1 2 3 4 5 ഇങ്ങനത്തെ ഒരു എറേ ഉണ്ട്. പിന്നെ നമ്മൾ എന്താക്കണം? വി ഹാവ് ടു ഫൈൻഡ് ദ സം ഓഫ് ഈവൻ നമ്പേഴ്സ് ഇൻ ആൻ എറേ. എന്ന് പറയുമ്പോൾ ഇതിൽ ഈവൻ നമ്പേഴ്സ് ഏത്? 2 ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ 2 + 4 6. അതാണ് നമുക്ക് പ്രിന്റ് ആക്കണ്ടേ. ക്ലിയർ? അപ്പൊ നമ്മൾ എന്താക്കി? ഫസ്റ്റ് സം ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. സം ഓഫ് നമ്പേഴ്സ്, സം ഓഫ് നംസ് ഈക്വൽ ടു 0. ക്ലിയർ? പിന്നെ നമ്മൾ എന്താക്കി? ഈച്ച് എലമെന്റ് നമ്മൾ ലൂപ്പ് ഫോർ ഐ ഇൻ എ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ ഈ വാല്യൂ കിട്ടും. ഫസ്റ്റ് 1 കിട്ടും, പിന്നെ 2, പിന്നെ 3, പിന്നെ 4, പിന്നെ 5. പിന്നെ നമ്മൾ ചെക്ക് ആക്കണം ഇത് ഈവൻ നമ്പർ ആണോ എന്ന് ചെക്ക് ആക്കണം. അപ്പോൾ ഇഫ് ഐ മോഡുലസ് 2 ഈക്വൽ ടു 0, that means it is a even number. So എന്താക്കണം? സം ഓഫ് നമ്പേഴ്സ് ഈക്വൽ ടു സം ഓഫ് നംസ് പ്ലസ് ഐ. പ്രിന്റ് ഐ, സോറി, പ്രിന്റ് സം ഓഫ് നംസ്. അപ്പോ ഈവൻ നമ്പേഴ്സിന്റെ സം പ്രിന്റ് ആയി. ലൈക്ക്
2 + 4 = 6. ഓഡ് നമ്പേഴ്സിന്റെ സം പ്രിന്റ് ആക്കണമെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ഈക്വൽ ടു 1 ആക്കിയാൽ മതി. അപ്പോൾ 1 + 3 + 5, 5 + 3 8, 8 + 1 9. സോ ഇതാണ് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് നമുക്ക് ഇങ്ങനെ യൂസ് ആക്കാം. ഓക്കെ, ഇവിടെ പ്രോഗ്രാം ഏതാണ് ഇതാണ് നമുക്ക് യൂസ് ആക്കാം. പിന്നെ പ്രിന്റ് ഓക്കറൻസ് ഓഫ് ഈ ക്യാരക്ടർ ഇൻ ഗിവൺ സ്ട്രിംഗ്. ലൈക്ക് ഇങ്ങനത്തെ ഒരു സ്ട്രിംഗ് ഉണ്ടാവും, a = ഹലോ വേൾഡ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താക്കണം, ഈച്ച് ക്യാരക്ടർ എച്ച് എത്ര പ്രാവശ്യം ഉണ്ട്, ഇ എത്ര പ്രാവശ്യം ഉണ്ട്, അല്ലെങ്കിൽ എൽ എത്ര പ്രാവശ്യം ഉണ്ട്, ഒ എത്ര പ്രാവശ്യം ഉണ്ട്, അതാണ് നമുക്ക് പ്രിന്റ് ആക്കേണ്ടത്. ഓക്കെ, സോ അതിന് നമുക്ക് ഈ ഡിക്ഷണറി ഡാറ്റ സ്ട്രക്ചർ ഇല്ലെങ്കിൽ ഹാഷ് മാപ്പ് യൂസ് ആക്കാം. സോ ഹാഷ് മാപ്പ് എന്ന് പറയുമ്പോൾ ഹാഷ് മാപ്പ് ഈക്വൽ ടു ഒരു ഡിക്ഷണറി നമ്മൾ ഇനീഷ്യലൈസ് ആക്കി. പിന്നെ എന്താക്കി, ഫോർ ഐ ഇൻ എ എന്ന് പറയുമ്പോൾ ഐയിൽ എന്ത് വാല്യൂ വന്നു, ഇനീഷ്യലി എച്ച് വന്നു, പിന്നെ ഇ, പിന്നെ എൽ, പിന്നെ എൽ, പിന്നെ ഒ. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താക്കണം, ഒരു ചെക്ക് ആക്കണം, ഇഫ് ഐ ഈസ് പ്രസന്റ് ഇൻ ഹാഷ് മാപ്പ് then do something else, do something എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇൻ ഓപ്പറേറ്റർ യൂസ് ആക്കുമ്പോൾ ഇല്ലേ, ഇഫ് ഐ ഇൻ ഹാഷ് മാപ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഐ ഈക്വൽ ടു എച്ച് അല്ലേ, അപ്പൊ നമ്മൾ ചെക്ക് ആക്കും ഈ എച്ച് ഹാഷ് മാപ്പിൽ ഉണ്ടാ നോക്കും. അപ്പൊ ഇനീഷ്യലി ഹാഷ് മാപ്പ് എം ടി അല്ലേ, അപ്പോ ഒരു യാ, സോ ഇതാണ് നമ്മുടെ ഹാഷ് മാപ്പ്. ഓക്കെ, അപ്പൊ ഇതിൽ ഫസ്റ്റ് എം ആണ്, അപ്പോ ഇനീഷ്യലി ഐ ഈക്വൽ ടു എച്ച് ആണ്. ഇഫ് എച്ച് ഈസ് പ്രസന്റ് ഇൻ ഹാഷ് മാപ്പ് നോ, ദെൻ എൽസ് കണ്ടീഷനിലോട്ട് വന്നു. അപ്പൊ നമുക്ക് എന്താക്കണം, ഈ ഹാഷ് മാപ്പിലോട്ട് ആ എച്ച് നമുക്ക് ആഡ് ആക്കണം. അപ്പോൾ ഹാഷ് മാപ്പ് എന്ന് പറയുമ്പോൾ ഡിക്ഷണറി അല്ലേ, അപ്പോൾ അതിന്റെ കീ വാല്യൂ ഫോർമാറ്റിലാണ് നമ്മൾ ആഡ് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹാഷ് മാപ്പ് ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇറ്റ് മീൻസ് ദാറ്റ് ഹാഷ് മാപ്പ് ഓഫ് എച്ച്, അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും, ഹാഷ് മാപ്പ് ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു 1. That means in the corresponding string h has occurred 1 times. Clear? Next, ലോട്ട് പോയി ഇ, നമ്മൾ ചെക്ക് ആക്കൂ, ഇഫ് ഇ ഈസ് പ്രസന്റ് ഇൻ ഹാഷ് മാപ്പ്, ഇയുടെ പ്രസന്റ് ഇല്ലല്ലേ, അപ്പോ എൽസിൽ വന്നു, എൽസ് ഹാഷ് മാപ്പ് ഓഫ് ഐ ഈക്വൽ ടു 1. അപ്പോ ഹാഷ് മാപ്പ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1. നെക്സ്റ്റ് എൽ, എൽ ഹാഷ് മാപ്പിൽ ഇല്ല, അപ്പോ ഇവിടെ എൽ വന്നു, എൽ ഈസ് ഈക്വൽ ടു 1. നെക്സ്റ്റ് അഗെയിൻ എൽ വന്നു, അപ്പൊ നമ്മൾ എന്താക്കി, ഈ കണ്ടീഷൻ നോക്കൂ, ഇഫ് എൽ ഈസ് പ്രസന്റ് ഇൻ ഹാഷ് മാപ്പ്, യെസ് എൽ ഓൾറെഡി പ്രസന്റ് ആണ്. അപ്പൊ എൽ ഓൾറെഡി പ്രസന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം, ഹാഷ് മാപ്പിന്റെ ഐ, ദാറ്റ് മീൻസ് ഹാഷ് മാപ്പ് ഓഫ് എൽ ഈസ് ഓൾറെഡി പ്രസന്റ്, അപ്പൊ അതിന്റെ വാല്യൂ നമ്മൾ എന്താക്കണം, ഈക്വൽ ടു 1 ആക്കിയാൽ മതി. ഓർ ഹാഷ് മാപ്പ് ഓഫ് ഐ ഈക്വൽ ടു ഹാഷ് മാപ്പ് ഓഫ് ഐ പ്ലസ് 1. ക്ലിയർ? അപ്പൊ എന്തായി, ഓൾറെഡി എൽ ഈസ് പ്രസന്റ് ഇൻ ദ ഹാഷ് മാപ്പ്, so update the value of L to 2. അപ്പോൾ 1 ഉണ്ടായി, 1 + 1 2 ആയി. ക്ലിയർ? അഗെയിൻ O വന്നു, O is not present, so O എൽസിൽ വന്നു, ഹാഷ് മാപ്പ് ഓഫ് വാല്യൂ ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ 1 പ്രിന്റ് ആയി. ഓക്കെ, നെക്സ്റ്റ് ഇത് റിപ്പീറ്റ് ആവും. ഓക്കെ, ഇത് റിപ്പീറ്റ് ആയിട്ട് ലാസ്റ്റ് ഫുൾ സ്ട്രിംഗ് ഇതാവുമ്പോൾ നമുക്ക് ഈച്ച് ക്യാരക്ടർ എത്ര പ്രാവശ്യം ഒക്കർ ആയിന് അത് നമുക്ക് മനസ്സിലാക്കാനാവും. ഓക്കെ, സോ പ്രിന്റ് ഹാഷ് മാപ്പ് ഇങ്ങനെ ആക്കുമ്പോൾ എച്ച് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ആയിന്, അല്ലെങ്കിൽ ഇ ഒരു പ്രാവശ്യം ഉണ്ട്, എൽ 3 പ്രാവശ്യം ഉണ്ട്, ഒ 2 പ്രാവശ്യം ഉണ്ട്, ഡബ്ല്യു ഒരു പ്രാവശ്യം ഉണ്ട്. അങ്ങനെ നമുക്ക് ഇങ്ങനത്തെ ലൈക്ക് ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ ഇല്ല, നമുക്ക് അതിൽ ഏത് ഡാറ്റ സ്ട്രക്ചേഴ്സ് യൂസ് ആക്കണം, പിന്നെ എങ്ങനത്തെ മെത്തേഡ്സ് ആണ് യൂസ് ആക്കേണ്ടത്, അങ്ങനത്തെ ഒരു ലോജിക് ഉണ്ടെങ്കിൽ നമുക്കത് ഈസിയിലാക്കാനാവും. ഓക്കെ, അപ്പോ പിന്നെ ഇതൊരു ലൈക്ക് നിങ്ങൾ ഇത് ആക്കി നോക്കും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഇത് എനിക്ക് ഒരു ഐഡിയ വന്നതാണ്, ലൈക്ക് റാൻഡം ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ജനറേറ്റ് ആക്കുന്നത്. അപ്പോ ലൈക്ക് ലൈക്ക് റൺ ആക്കുമ്പില്ലേ, ലൈക്ക് ഒരു മിനിറ്റ്, ലൈക്ക് ഞാൻ ഇപ്പോ ക്വസ്റ്റ്യൻ റൺ ആക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നു, കാൽക്കുലേറ്റ് 4 + 1. അപ്പൊ ഞാൻ എൻ്റർ ആക്കി 6 എൻ്റർ ആക്കുമ്പോൾ ഇതിന് എന്താക്കി, ഇത് റീലോഡ് ആക്കി. റീലോഡ് ആക്കുമ്പോൾ വേറെ ഒരു ക്വസ്റ്റ്യൻ വന്നു, 7 - 1. അതിന്റെ ആൻസർ 6. 6 ആക്കുമ്പോൾ കറക്റ്റ് ആൻസർ എന്ന് വന്നു, റൈറ്റ്? സോ അഗെയിൻ റീലോഡ് ആക്കുമ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ വന്നു, ബിക്കോസ് ഇവിടെ റാൻഡം എന്നൊരു ഫംഗ്ഷൻ ആണ് യൂസ് ആക്കിയത്. അപ്പോൾ റാൻഡം യൂസ് ആക്കുമ്പോൾ എന്താവും, റാൻഡം ആയിട്ട് ജസ്റ്റ് ഒരു എക്സ്പ്ലെയിൻ ആക്കാം. സോ ഇതൊരു ലിസ്റ്റ് ആണ്, പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ. എന്താ
മൈനസ് മൾട്ടിപ്ലിക്കേഷൻ എക്സെട്ര. ഓക്കെ. പിന്നെ എന്താക്കി, രണ്ട് ഇന്റീജർ വാല്യൂ എടുത്തു, റാൻഡം ആയിട്ട് വാല്യൂ, എനി വാല്യൂ റൈറ്റ് ബിറ്റ്വീൻ 1 ആൻഡ് 9. ഓക്കെ, അത് V1 പിന്നെ V2 സ്റ്റോർ ആക്കി. പിന്നെ ഞാൻ ക്വസ്റ്റ്യൻ ജനറേറ്റ് ആക്കി. ക്വസ്റ്റ്യൻ എന്ത്, കാൽക്കുലേറ്റ് V1 റാൻഡം ഓപ്പറേറ്റർ V2. അപ്പൊ ഇത് പ്ലസ് ഉണ്ടെങ്കിൽ, ഇത് 5 പിന്നെ 6 ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റ് 5 പ്ലസ് 6 അങ്ങനെ ഉണ്ടാവും. എഗെയിൻ റിഫ്രഷ് ആക്കുമ്പോൾ ഇത് 9, ഇത് 8, ഇത് മൈനസ് ഉണ്ടാവും. അപ്പോൾ കാൽക്കുലേറ്റ് 9 മൈനസ് 8. ഓക്കെ. പിന്നെ എന്താക്കി, കുറച്ച് കണ്ടീഷൻ ചെക്ക് ആക്കി. ഇഫ് റാൻഡം ഓപ്പറേറ്റർ ഈക്വൽ ടു പ്ലസ്, ആ റാൻഡം ഓപ്പറേറ്റർ പ്ലസ് ആണെങ്കിൽ ആൻസർ ഈക്വൽ ടു V1 പ്ലസ് V2. മൈനസ് ആണെങ്കിൽ V1 മൈനസ് V2. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ V1 ഇൻറ്റു V2. പിന്നെ ആ ഒരു ലിസ്റ്റ് ആണ് റിട്ടേൺ ആക്കിയത്, ക്വസ്റ്റ്യൻ പിന്നെ ആൻസർ. അപ്പോൾ ഫസ്റ്റ് അപ്പൊ ഈ ആൻസർ പറയുമ്പോൾ ഈ റിട്ടേൺ ഏരിയന്റെ ഫസ്റ്റ് ഇൻഡെക്സ് ആണ്. അപ്പൊ ആക്ച്വൽ ആൻസർ ഈസ് 0. അപ്പൊ ഇത് ചെക്ക് ആക്കും. ഇഫ് 10 ഈസ് ഈക്വൽ ടു 0, ഫാൾസ്, സോ ഇറ്റ് വിൽ പ്രിന്റ് റോങ് ആൻസർ. ലൈക് റോങ് ആൻസർ എന്ന് പ്രിന്റ് ആയി. നെക്സ്റ്റ് ടൈം എന്താകുമ്പോൾ ക്വസ്റ്റ്യൻ ജനറേറ്റ് ആയി 2 പ്ലസ് 6. ഇതിപ്പോ 8 ആകുമ്പോൾ ഈ ഇഫ് കണ്ടീഷൻ ട്രൂ ആയി. ഇഫ് കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പ്രിന്റ് ആയി. ഓക്കെ. സോ ഇങ്ങനത്തെ കുറെ ലൈക്ക് ഇൻട്രസ്റ്റിംഗ് പ്രൊജക്ട്സ് എല്ലാം നിങ്ങൾ തന്നെ ആക്കി നോക്ക്. ലൈക്ക് നിങ്ങളൊരു സിനാരിയോ നോക്ക്, നിങ്ങൾ തന്നെ കുറെ ഇങ്ങനെ പ്രോബ്ലംസ് ലൈക്ക് പ്രോബ്ലംസ് കണ്ടിട്ട് അതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. പിന്നെ ഇങ്ങനെ കുറെ പ്രൊജക്ട് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് കുറെ ലൈക്ക് ഓർമ്മിക്കും. ഇല്ലെങ്കിൽ കുറെ ഫങ്ഷൻസ് കുറെ പിന്നെ നിങ്ങൾക്ക് എന്റെ നമ്പറിന് കോൺടാക്ട് ആക്കിയാൽ മതി. ഓക്കെ, താങ്ക്സ്. ഓക്കെ, താങ്ക് യു പ്രതീക് ഫോർ ദിസ് വണ്ടർഫുൾ സെഷൻ. ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം ആയിരുന്നു നമ്മൾ നോക്കിയത്. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്നെടുത്തതും. അപ്പം ബൈ പ്രാക്ടീസിങ് മാത്രമേ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റുള്ളൂ. ഹിസ്റ്ററിയിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡാറ്റ സ്ട്രക്ചേഴ്സിനെ പറ്റി പഠിക്കും. പക്ഷേ നമുക്ക് വരാൻ പോകുന്ന ഈ കോമ്പറ്റീഷൻസിനൊക്കെ ഡാറ്റ സ്ട്രക്ചേഴ്സിന് ചെറിയൊരു സ്കോപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് അതും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയത് ഈ ബോot ക്യാമ്പിൻ്റെ സീരീസിൽ. അപ്പോൾ ഇന്നത്തോടെ ഇതിൻ്റെ ഒരു എൻഡാണ്. എന്നാലും നമുക്ക് ഈ ഗ്രൂപ്പ് നല്ല ആക്റ്റീവായിട്ട് തന്നെ കൊണ്ടുപോകാം. ഫ്യൂച്ചർ വേണ്ട റെഫറൻസസൊക്കെ അയച്ചു തരാം. ലൈക്ക് മറ്റേ ഇന്നലെ എടുത്ത ടാസ്ക് അയക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ അത് അയച്ചു തരാം. അതിന് ടാസ്കിൻ്റെ ഫോമും പിന്നെ എടുത്ത PPT അയച്ചു തരാം. പ്രതീകിൻ്റെത് പ്രിപ്പയർഡാണോ പ്രതീക്? നാളെ രാവിലെ ആകുമ്പോഴേക്കും പ്രതീക് ഓക്കെ, നാളെ രാവിലെ ആകുമ്പോഴേക്കും അവൻ ഷെയർ ചെയ്യും. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുക. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ 7 ദിവസത്തെ ഒരു ജേണി? ഇതിൽ കമൻ്റ് ആയിട്ടോ എന്തെങ്കിലും ഒന്ന് പറ. എങ്ങനെ ഉണ്ടായിരുന്നു 7 ദിവസം? ആദ്യത്തെ ദിവസം നമുക്ക് 140 ആൾക്കാരുണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം 120. മൂന്നാമത്തെ ദിവസം കുറഞ്ഞ് ഇന്ന് തീരാനായപ്പോൾ ഏകദേശം 30 പേരേ ഉള്ളൂ. അപ്പം സംഭവം എന്ന് പറഞ്ഞാൽ ഇത് സിമ്പിളല്ല. ത്രൂ പ്രാക്ടീസിങ് മാത്രമേ, ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കണം. ഈ ഗ്രൂപ്പിൽ തന്നെ നമുക്ക് ഫ്യൂച്ചർ വേണ്ട കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. നല്ല കുറച്ച് ചാനൽസും കുറേ ഡോക്യുമെൻറ്റേഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ ഷെയർ ചെയ്ത് തരാം. ആദ്യം ടാസ്ക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് തരാം. പിന്നെ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ട്. അതിൻ്റെ പ്ലാൻ ഞങ്ങൾ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ കാര്യമായിട്ട് കിട്ടിയിട്ടില്ല. വളരെ ബേസ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടി വരും. കാരണം അത്രയും എക്സ്പീരിയൻസ് നിങ്ങൾക്കുള്ളൂ. അപ്പം അടുത്ത് തന്നെ നിങ്ങൾക്ക് പ്രൊജക്റ്റും കൂടി വരും. ആ പ്രൊജക്റ്റ് നിങ്ങൾ ചെയ്യാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെൻറ്റേഴ്സിനെ കണക്ട് ചെയ്യുക. അപ്പം ഐ ഹോപ്പ് എല്ലാവരും ഈ ഒരു 7 days എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു ഓൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ പോവാം.